പീഡനങ്ങളുടെ പിന്നാമ്പറങ്ങൾ എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ പിഷ്ടപേഷണം നടത്താനാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടത്. അല്ലാഹു നന്മ പറയാനും ഉൾക്കൊള്ളാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിയമപാലകർ നമ്മൾ ഏൽപ്പിച്ച ആ ഒരു വിശ്വസ്തത കാത്തു സൂക്ഷിക്കേണ്ടത് കൊണ്ട് തന്നെ ആമുഖ ഭാഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് സൂറത്തു ശൂറയിൽ നമ്മളോട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യഹബു ലിമൻ യശാഉ ഇനാസാ അൻകഹ്തുക സവ്വജ്തുക ബിൻതി ഫുലാന. മനോഹരമായി നിക്കാഹ് നടന്ന സദസ്സാവട്ടെ, ആ ദാമ്പത്യ ബന്ധത്തിൽ സന്താനങ്ങളെ കൊടുക്കുന്നത് നമ്മളാണ്. കുടുംബാസൂത്രണം നല്ലവണ്ണം കലക്ക് കുടിച്ചവനാവട്ടെ, അതിനു വേണ്ടി ശബ്ദിക്കുന്ന ആളാവട്ടെ. യഹബു ലിമൻ യശാഉ ഇനാസാ, നാമാണ് അവർക്ക് സന്താനങ്ങളെ കൊടുത്തത്, പെൺകുട്ടികളെ കൊടുത്തത്. വയഹബു ലിമൻ യശാഉ ദുകൂർ, ആൺകുട്ടികളെ കൊടുക്കുന്നതും നമ്മൾ തന്നെ. ചിലർക്ക് നമ്മൾ ആണിനെയും പെണ്ണിനെയും കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമാ, ചിലരെ നമ്മൾ സന്താന ലബ്ധിയില്ലാത്തവരായിട്ട് ജീവിതത്തിൽ അവരെ പരീക്ഷിക്കും. ഇന്നഹു അലീമുൻ ഖദീർ, എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനും അവനത്രേ. മേലാപ്പ് പോലെ ആകാശത്തെ പടച്ച് സംവിധാനിച്ച അവനെല്ലാം സാധ്യമാണെന്ന് ആദ്യമായിട്ട് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമ്മോട് പറഞ്ഞത് പെൺകുട്ടിയെ അവനാണ് നൽകുന്നത് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞു. കുടുംബത്തിൽ ആദ്യം വന്നു ചേരുന്ന സന്താനം സ്ത്രീയായാൽ അത് ഖൈറാണെന്ന്. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആന്റെ തർത്തീബിന്, അവിടുത്തെ പദഘടനക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്, ഫളായിലുണ്ട്. ആദ്യം പറഞ്ഞത് യഹബു ലിമൻ യശാഉ ഇനാസാ, പെൺകുട്ടികൾ ഒരു ദാമ്പത്യ ബന്ധത്തിൽ കുടുംബത്തിൽ ആദ്യം വരുന്നത് ഖൈറാണെന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ സൂചനയുണ്ട് എന്ന് മിക്ക മുഫസ്സിരീങ്ങളും നമ്മളോട് പറയുമ്പോ തൊട്ടടുത്ത് കാണാം അൽ മർഅതു നിഅമ, അനുഗ്രഹമാണ് പെൺകുട്ടികൾ. കുടുംബത്തിൽ എത്തിച്ചേരുന്ന ആദ്യത്തെ സന്താനം പെൺകുട്ടി, അത് നിനക്ക് അള്ളാന്റെ അനുഗ്രഹത്തിൽപ്പെട്ടത്. എന്നാലോ ലതസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, വളരെ വിശന്നപ്പോഴല്ലേ സഹാബത്തിന് ഭക്ഷണം കിട്ടിയത്. ഭക്ഷണം കഴിച്ചിട്ട് കരയാൻ തുടങ്ങിയില്ലേ സഹാബത്ത്? ചോദിക്കപ്പെട്ടില്ലേ എന്തിനാ കരയുന്നത്? വയറൊട്ടിക്കിടന്നപ്പോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴല്ലേ ഭക്ഷണം കിട്ടിയത്. അത് കഴിച്ച ശേഷം കരയുന്നത് എന്തിനെന്ന് ചോദിച്ചവരോട് പറഞ്ഞത്, സഹാബത്ത് ഓർമ്മപ്പെടുത്തിയത്, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിഅമത്ത് എന്താണോ അനുഭവിക്കാൻ പറ്റിയത് അത് അല്ലാഹു നാളെ ചോദ്യം ചെയ്യപ്പെടില്ലേ? വിശന്നിട്ടായിരിക്കാം ഭക്ഷണം കിട്ടിയത്, പക്ഷേ അത് അല്ലാഹുവിന്റെ നിഅമത്താണ്. നാളെ അതിന് കണക്ക് പറയേണ്ടി വരില്ലേ ഞങ്ങള്? പെൺകുട്ടികൾ അല്ലാഹുവിന്റെ നിഅമത്താണ്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നാളെ അവരെ കുറിച്ച് ബാപ്പമാരോട് രക്ഷിതാക്കളോട്
അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. സൂക്ഷിക്കണേ. അവളെ വളർത്തുന്ന ഓരോ മൊമെന്റുകളും, അവരുമായി ഇടപെടുന്ന ഓരോ സെക്കൻഡുകളും, അവരുമായിട്ട് ഏർപ്പെടുന്ന ഓരോ സമയങ്ങളും അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ അള്ളാഹു തന്ന നിഅമത്താണെന്ന ഉത്തമ ബോധത്തോടെ പെരുമാറിയില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ വൈവാ കോടതിക്ക് മുമ്പിൽ കണ്ണുനീര് പൊഴിക്കാനേ അവസരമുണ്ടാകൂ. സ്ത്രീപീഡനത്തിന്റെ പിന്നാമ്പുറങ്ങൾ ചർച്ച ചെയ്യുമ്പോ ആദ്യമായി അവര് നമ്മുടെ നിഅമത്താണെന്ന ബോധമുണ്ടാവ്. രക്ഷിതാവേ, ആദ്യം നിങ്ങളോട് അതാവട്ടെ. വഹൽ യുർജാ ലിഅത്ഫാലിൻ സലാഹു ഇദർതലഉ സുദിയൻ നാഖിസാതി. എന്തേ ഒരു സലാഹുദ്ദീൻ അയ്യൂബി കടന്നു വരാത്തത്? എന്തേ ഒരു ഉമർ മുഖ്താർ കടന്നു വരാത്തത്? മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളിയ അവിടുത്തെ ബുദ്ധ സന്യാസിമാർ ഓശാന പാടിയിട്ട് നടന്ന നരനായാട്ട് ആരാണറിയാത്തത്? ഏത് മാധ്യമങ്ങളാ ചർച്ച ചെയ്യാത്തത്? കാമാമുണ്ടാൻ ലോക സമാധാന സംഘടന രൂപം ചെയ്തത് അവർക്ക് പോലും സാധ്യമായില്ലെങ്കിൽ 60ഓളം മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ട്, അറബ് ലീഗ് ഉണ്ടായിട്ട് എന്തേ അങ്ങനെയെന്ന് ചോദിക്കാൻ അവനങ്ങാൻ സാധ്യമല്ലാതെ പോയത്? ഒരു സലാഹുദ്ദീൻ അയ്യൂബി ഇല്ലാതെ പോയത്? പറയട്ടെ മറുപടി. ഇദർതലഉ സുദിയൻ നാഖിസാതി. അവരെ പുറത്തു വിട്ട ഗർഭപാത്രം മോശമായെന്ന് എന്നെ മീച്ചു നോക്കരുത്. അവരെ പുറത്തു വിട്ട ഗർഭപാത്രം വഷളായതുകൊണ്ട് അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മായുടെ ചുവടുവപ്പുകൾ മനോഹരമായാലേ ആ സ്വർഗം നേടിയെടുക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധ തിരുവചനം. ആ ചുവടുവപ്പ് മക്കൾ മുന്നോട്ട് പോയി നരകത്തിന്റെ ചുവടുവപ്പായി പോയി. ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണെന്ന് അല്പം കുസൃതി കാണിക്കുന്ന കുട്ടിയോട് ഭീഷണി സ്വരത്തിൽ പറയുന്നതിന് മുമ്പേ ഉമ്മാ നിന്റെ കാലിനടിയിൽ സ്വർഗം വേണ്ടേ? ആദ്യം വേണ്ടേ? വഹൽ യുർജാ ലിഅത്ഫാലിൻ സലാഹു ഇദർതലഉ സുദിയൻ നാഖിസാതി. സൗകര്യങ്ങളെ ധാരാളം നൽകുന്നതാണ് മക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എങ്കിൽ ലോകത്തെ ഏറ്റവും മോശം പിതാവ് മുഹമ്മദ് നബിയാണ്. വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അനിൻ നഫ്സി ഫഅറാഹാ അയ്യമാ ശമമി. സ്വർണത്തിന്റെ മാമലകൾ ഹബീബിന്റെ മുന്നിൽ വന്ന് കെഞ്ചിയില്ലേ? വേണ്ട, ആ സ്വർണത്തിന്റെ മാമലകളൊന്നും പട്ടിണി കിടത്തിയില്ലേ ഹബീബ്? എന്തിന്? തന്റെ ഉമ്മത്ത്, തന്റെ മക്കള് നന്നാവാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ കൊതിക്കുന്നത് നാളെ സ്വർഗം ലഭിക്കാനാണ്. നമ്മുടെ മക്കളോടൊന്നിച്ച്, കുടുംബത്തോടൊന്നിച്ച് സ്വർഗത്തിലെത്താനാണ്. വഅഖബല ബഅളുഹും അലാ ബഅളിഹിം യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖൂൻ. 3000 കൊല്ലത്തെ സിറാത്ത് കടന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട് സ്വർഗ ഗേറ്റിലേക്ക്. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. സ്വർഗത്തിലെത്താൻ അവർ താണ്ടിയ 3000 കൊല്ലത്തെ പ്രയാസം നിറഞ്ഞ സിറാത്തിലേക്ക് വാപ്പ നോക്കി നിൽക്കുന്നു. ആരെയാ നോക്കുന്നത്? എവിടെ പോയി എന്റെ ഭാര്യയുണ്ടോ സ്വർഗത്തിലേക്ക് നടന്നു വരുന്ന? എന്റെ മക്കളുണ്ടോ? ഓരോരുത്തരെയും കാണുമ്പോ പരസ്പരം സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. വാപ്പ പറയുന്നു ഓരോരുത്തരെയും ആലിംഗനം ചെയ്തിട്ട്, ഖാലൂ ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖൂൻ. ഈ ദിവസത്തെ കുറിച്ച് പേടിപ്പിക്കാത്ത ഓർമ്മപ്പെടുത്താത്ത ദിനം നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇതിനു വേണ്ടിയല്ലേ നിങ്ങളെ കഷ്ടപ്പെടുത്തിയത്? ഇതിനു വേണ്ടിയല്ലേ രാത്രിയിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയ്ക്ക് പഠനാവശ്യമാവട്ടെ, മറ്റു വിഷയങ്ങൾക്കാവട്ടെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കാണാൻ പാടില്ലെന്ന്
അല്പം ദേഷ്യം നിങ്ങൾ എന്നോട് പ്രകടിപ്പിച്ചെങ്കിലും ഞാൻ ദൃഢനിശ്ചയം ചെയ്തത്, കർക്കശമായി നിയമം ഏർപ്പെടുത്തിയത്, അയൽ വീട്ടുകളിൽ നിന്ന് ഏതോ അഭിസാരികമാരുടെ ഏതോ ഫുസാഖീങ്ങളുടെ ശബ്ദം സീരിയലുകൾ ഉയർന്നപ്പോഴും വേണ്ട മോളെ വേണ്ട മോനെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചത്. ഖാലൂ ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുഷ്ഫിഖൂൻ, ഇവിടെ സുഖത്തിനായിരുന്നുവല്ലോ. ഫമന്നല്ലാഹു അലൈനാ ഫവഖാനാ അദാബസ്സമൂം, അതുകൊണ്ടല്ലേ രോമകൂപങ്ങൾക്കകത്തേക്ക് കയറിപ്പോകുന്ന നരകാഗ്നിയുടെ ചൂടിൽ നിന്നല്ലാഹു നമുക്ക് രക്ഷ തന്നത്. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഇതിനായിരുന്നുവല്ലോ ഞാൻ ദുആ ചെയ്തത്, ഇതിനായിരുന്നുവല്ലോ നിങ്ങളെ ക്ഷണിച്ചത് എന്ന് നാളെ പറയുമെന്ന് പരിശുദ്ധ ഖുർആന്റെ സൂക്തമുള്ളപ്പോ എങ്ങനെയാണ് നമ്മുടെ വീടിന്റെ സാഹചര്യങ്ങള് അന്വേഷിച്ചു പോകുമ്പോ, ആത്മവിചിന്തനം ചെയ്യുമ്പോ സാധ്യമാകുമോ നാളെ ചെന്ന് കാത്തിരിക്കാൻ തന്റെ മക്കൾ വരുന്നോ എന്ന്? സാധ്യമാകുമോ നാളെ നമ്മുടെ ഭാര്യമാർ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാൻ പറ്റുമോ സിറാത്തിലേക്ക്? എന്തുകൊണ്ട്? നമ്മുടെ നിയന്ത്രണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ട്രസ്പാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഭേദിക്കപ്പെട്ടിട്ടുണ്ട്. തോന്നിയ പോലെയാണ് കുട്ടികളുടെയും ഭാര്യമാരുടെയും ഫാമിലി മെമ്പേഴ്സിന്റെയും നടത്തമെങ്കിൽ പൊന്നുപ്പ നാളെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്പം മുറുക്കി പിടിക്കണേ. ചോദിക്കുന്നത് മുഴുവനും കൊടുക്കലല്ല, ഉപ്പയുടെ സ്നേഹപ്രകടനമെന്ന് എല്ലാം വാങ്ങിച്ചു കൊടുക്കലല്ല. ഉപ്പ, നിങ്ങളുടെ രക്ഷിതാക്കളുടെ അല്ലാഹു ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചില്ലേ നിങ്ങളുടെ തലയിൽ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. 1000 മുത്തുള്ള തസ്ബീഹുമാലയുമായി ഒന്നാമത്തെ സഫിൽ ജമാഅത്തിന് വാപ്പ എത്തിയാൽ പോരാ, ഉമ്മ നിസ്കരിച്ചാൽ പോരാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സമാനമായ ഉത്തരവാദിത്തം ഫാമിലിയുടെയും നമ്മുടെ തലയിൽ വെച്ച് തന്നിട്ടുണ്ട്, ഗാർഡിയന്റെ തലയിൽ വെച്ച് തന്നിട്ടുണ്ട്. രക്ഷിതാക്കളുടെ മുമ്പിൽ ഈ ഉത്തരവാദിത്തം കൂടെ സമർപ്പിച്ചിട്ടുണ്ട് അല്ലാഹു. ഈ ആയത്ത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ലാ തഅ്തദിറുൽ യൗം, നാളെ കോടതിയിൽ വന്ന് ഞഞ്ഞാ പിഞ്ഞ പറയാൻ നിൽക്കണ്ട. നോക്കിക്കോ, ഇവിടെ പടച്ചോനെ ഞാൻ പറഞ്ഞാ കേൾക്കൂല എന്ന് അവിടെ എക്സ്ക്യൂസ് പറയാൻ വരണ്ട. ലാ തഅ്തദിറുൽ യൗം, അതുകൊണ്ട് നാളെ കോടതിയിലെത്തിയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ല മകനെന്ന് മകളെന്ന് പറയാൻ നിൽക്കണ്ട. പിടിക്കേണ്ടടുത്ത് പിടിച്ചോ, പിടിക്കേണ്ടടുത്ത് പിടിച്ചേക്കണമെന്ന്. കൃഷി ഇറക്കുമ്പോൾ തന്നെ ഭൂമി നല്ലതാണോ എന്ന് നോക്കണമെന്ന്. അങ്ങ് കുലവരാനാകുന്ന സമയത്താണ് തൊട്ടടുത്ത പാടത്ത് തന്റെ കൂട്ടുകാരന്റെ കൃഷി നോക്കിയിട്ട് അതിന്റെ ആ ഒരു മനോഹാരിത കണ്ട്, ആ ഇലയുടെ കളറ് കണ്ട്, ആ ഒരു തടിയുടെ ഊക്ക് കണ്ട് ആ സമയത്ത് നന്നാക്കാൻ ശ്രമിച്ചാൽ മകൻ മകള് വളയണം എന്നില്ല. പീഡന പർവ്വത്തിന്റെ പേരിൽ പിന്നെ ആരുടെ മുമ്പിലും കെഞ്ചിയിട്ട് കാര്യവും ഇല്ല. എവിടെയാ, ഏത് വിളനിലത്തിലാണ് ഇറക്കാൻ പോകുന്നത് നമ്മുടെ കൃഷി? ആദ്യം ശ്രദ്ധിക്ക്, ഓരോ മൊമെന്റുകളും ശ്രദ്ധിക്ക്. അൽബിർ എന്ന് പറയുന്ന മഹത്തായ പ്രൊജക്റ്റിലൂടെ സമസ്ത ആഗ്രഹിക്കുന്നത് ഒരു ലക്ഷ്യവും അതാണ്. ചെറുപ്പത്തിലെ നമ്മുടെ വഴികളിലേക്ക് ഭൗതിക വിജ്ഞാനം എന്ന പേരിൽ നമ്മുടെ കലാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭാസകരമായ പടച്ചവന്റെ ബോധത്തിൽ നിന്ന് ശരീഅത്തിന്റെ വിധിവിലക്കുകളെ ഭേദിച്ചുകൊണ്ട് മാറിപ്പോകുന്ന ചിന്താഗതിയിൽ നിന്ന് അതെല്ലാം ചാലിച്ച, അതെല്ലാം സമഞ്ജസിച്ച ഒരു പ്രധാനപ്പെട്ട ലോകത്തേക്ക്, ഒരു സിലബസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നാളെ മനോഹരമായ ഒരു ജീവിത ശൈലിയുള്ള ജനറേഷൻ വളർന്നു വരുന്നതിന് വേണ്ടി
ആൽബർട്ട് ഐൻസ്റ്റീൻ പറയട്ടെ, ഇനി കടന്നു വരാൻ പോകുന്ന ലോകം ദ ജനറേഷൻ ഓഫ് ഇഡിയറ്റ്സ്, കൂപമണ്ടൂകങ്ങളുടെ ജനറേഷനാണ് ഇനി കടന്നു വരാൻ പോകുന്നത് എന്ന് ഭൗതിക വിചക്ഷണൻ ആൽബർട്ട് ഐൻസ്റ്റീൻ അവരെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ വീടിനകത്തും വളർന്നു വരുന്ന മക്കള് കൂപമണ്ടൂകങ്ങളാണെന്ന്, ഇഡിയറ്റ്സ് ജനറേഷനാണെന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സമ്പത്ത്, നല്ല സമ്പത്ത് ഭാര്യയും പെൺകുട്ടികളും നന്നാവലാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാ ഹസനത്തെ റബ്ബേ ഓരോ പ്രാർത്ഥനയിലും നമ്മൾ പറഞ്ഞു പോകുന്നത്. പല പ്രാർത്ഥന തീരാറായി എന്ന് മനസ്സിലാക്കുന്നത് വരുമാണ്. കഴിഞ്ഞല്ലോ അവിടെ സ്വാമി. എന്താണ് ആ പറഞ്ഞതിനർത്ഥം? റബ്ബനാ, അല്ലാഹുവേ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നല്ല ഹസനത്ത് തരണേ, നല്ലത് തരണേ എന്ന് ഒരുപാട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ച ദുനിയാവിലെ നന്മ എന്ന് പറയുന്നത് നല്ല പെണ്ണ്, നല്ല സ്ത്രീ, നല്ല ഭാര്യ, നല്ല പെൺകുട്ടികൾ, നല്ല പെണ്ണ് ദുനിയാവിലെ ഹസനത്താണെന്ന് ഒരുപാട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. ആരാണ് നല്ല പെണ്ണ്? നാളെ പീഡനങ്ങളില്ലാത്ത ലോകം ആഗ്രഹിക്കുന്നവരെ കേൾട്ട് പോവണേ, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണേ. നല്ല പെണ്ണാരാണ്? പരാതിയുമായിട്ട് ഒരുപാട് സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് ഒരു പെണ്ണ് വന്നല്ലോ ഹബീബിന്റെ അടുത്ത്. ആ സമയത്ത് ഹബീബിനോട് ഒരുപാട് സ്ത്രീകളുടെ റെപ്രസെന്റേറ്റീവായി വന്ന പെണ്ണ് സമർപ്പിച്ചുവല്ലോ ഒരു ചെറിയ ഫയല്. നബി തങ്ങൾ സാഗൂതം വീക്ഷിച്ചപ്പോൾ പരാതി ഇതാണ്: നബിയേ, വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അനുമതിയുള്ളത് സഹോദരങ്ങൾക്ക് മാത്രമാണ്. എന്നാൽ അവര് ജീവിച്ചിരിക്കുന്നുവെന്നാണ്, മരണപ്പെട്ടാലും അവരെ കുറിച്ച് പരിശുദ്ധ വാക്യത്തിലുള്ളത്. മാത്രമല്ല, പങ്കെടുത്താൽ കൂലി, രക്തമുറ്റിയാൽ കൂലി, ഷഹീദായാൽ വരെ അഹിയാ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിപ്പുള്ളവരാണവര്. മഹത്തായ സകല ഗുണങ്ങളും യുദ്ധഭൂമിയിലേക്ക് വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് കാവലാളായി നടന്നു പോകുന്ന ഞങ്ങളുടെ ഭർത്താക്കന്മാര് സഹോദരങ്ങൾക്ക് ലഭ്യമാകുന്നുവെങ്കിൽ എന്തേ ഞങ്ങളെ കൺസിഡർ ചെയ്യാഞ്ഞത്? എന്തേ ഞങ്ങളെ മാറ്റി നിർത്തിയത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് ആ പ്രതിനിധിയോട്, ഇന്ന തഅത്തസ് സൗജി വഅതിറാഫൻ ബിഹഖിഹി യഅദിലുൽ ജിഹാദ്. വിശുദ്ധ യുദ്ധത്തിലേക്ക് പോവണ്ട പെണ്ണേ, പോവണ്ട സഹോദരി, ഇന്ന തഅത്തസ് സൗജി, നിന്റെ ഭർത്താവിനെ നിന്റെ കൈകാര്യകർത്താവായ ആളെ അംഗീകരിക്കലും വഅതിറാഫൻ ബിഹഖിഹി, അവന് വേണ്ട ആദരവുകളും അവകാശങ്ങളും വകവെച്ച് കൊടുത്താൽ തന്നെ യഅദിലുൽ ജിഹാദ്, രണഭൂമികളിൽ ചെന്ന് ചേതനയറ്റ ശരീരമായ കബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി മാറുന്നതിന്റെ കൂലി വീട്ടിലിരുന്ന് ഭർത്താവിനെ കൈകാര്യകർത്താക്കളെ അംഗീകരിച്ചവരവകാശം വകവെച്ച് കൊടുത്താൽ തന്നെ ലഭ്യമാകുമെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖലീലും മിൻകുന്ന മൻ യഫ്അലു, ഇങ്ങനെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വളരെ വിരളമാണ്. 1450 വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് 2017 നോക്കാൻ അത്രയും പവറുള്ള, മെഗാപിക്സൽ പവറുള്ള കണ്ണ് കൊടുത്ത പരിശുദ്ധ റസൂലിന്റെ മനോഹരമായ അളന്നു മുറിച്ച വാക്ക് ഫഖലീലും മിൻകുന്ന മൻ യഫ്അലു, അങ്ങനെ ചെയ്യുന്ന സഹോദരിമാർ വളരെ വിരളമാണ്, വളരെ കുറവാണ്. ജിഹാദിന്റെ കൂലി വീട്ടിൽ നിന്ന് നേടിയെടുക്കാൻ സാധ്യമാണെന്ന്, രണഭൂമികയിൽ പോവേണ്ടതില്ലെന്ന് ആര് പറഞ്ഞു? പരിശുദ്ധ ഹബീബ്. ആര് പറഞ്ഞു? പരിശുദ്ധ ഹബീബ്. നല്ല പെണ്ണിന്റെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണത്.
കേൾക്കണേ മറ്റൊന്ന്. ഒരു ദിവസം ഒരു ഭർത്താവ് യാത്ര പോയപ്പോ ഭാര്യയോട് ചെയ്ത വസിയത്ത്, ഞാൻ തിരിച്ചു വരുന്നത് വരെ ആവശ്യമായതൊക്കെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ വീട്ടിൽ നിനക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നീ മറ്റൊരിടത്തേക്ക് പോവേണ്ടതില്ല. അനുസരണയുള്ള ഭാര്യ ആ വസിയത്ത് നിറവേറ്റാൻ വേണ്ടി വളരെ താല്പര്യത്തോടെ നിന്നപ്പോ, തന്റെ പ്രിയതമൻ യാത്ര പോയപ്പോ, ചുരുങ്ങിയത് 1.5 മാസമെങ്കിലും പിടിക്കുന്ന കച്ചവടത്തിന് പോയപ്പോ, ഹിജാസ് അന്നത്തെ ഷാമടക്കമുള്ള ഒരു ചന്തയിലേക്ക് യാത്രയായപ്പോ പെട്ടെന്നാണ് തന്റെ ബാപ്പാക്ക് രോഗബാധിതനായെന്ന് പറഞ്ഞ് മെസ്സഞ്ചർ വന്നത്. അല്ലാ, ഭർത്താവിന് അംഗീകരിക്കേണ്ട ബാധ്യത ഒരിടത്ത്, ഉപ്പാന്റെ ആ രോഗം കാണാൻ അയ്യാദത്തിന് വേണ്ടിയുള്ള ആഗ്രഹം മറ്റൊരിടത്ത്. ആ ഭാര്യ ചിന്തിച്ചു, എങ്ങനെയാണ് ഈ 2 പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടേണ്ടത്? പോവുക തന്നെ, ആളെ വിടുക തന്നെ ഇലാ ഹളറത്തിൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് ഈ സഹോദരിയുടെ ഒരു മെസ്സഞ്ചർ കാര്യം ബോധിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ നീ നിന്റെ ഭർത്താവിനെ അംഗീകരിക്കലാണെടി നിനക്ക് നല്ലത്. ആ ഉപ്പ മരണപ്പെട്ട വാർത്തയാ പിന്നീട് വന്നത്. അപ്പോഴും പറഞ്ഞയച്ചു, ഒന്ന് പോകാമോ എനിക്ക്? തന്റെ ഭർത്താവിന്റെ വസിയത്തിനെ ട്രസ്പാസ് ചെയ്യാൻ പറ്റുമോ എനിക്ക്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ അംഗീകരിച്ച് നിനക്ക് സാധ്യമാണോ? നിങ്ങൾ എന്നെ പച്ച അപരിഷ്കൃതൻ എന്ന് വിളിച്ചാലും ഞാൻ ഈ ഹദീസ് പറയട്ടെ. ഇവിടെ ആർക്കാ സാധ്യമാകുന്നത്? ജീവിതത്തിൽ കൊണ്ടുവരാൻ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിലും പറയണ്ടേ ഈ ഹദീസ് ഞാൻ ഈ സദസ്സിൽ? ആരാണതൊക്കെ നോക്കുന്നത്? ആരാണതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്? വിളി വരുമ്പോഴേക്ക് അവന്റെ സമ്മതമില്ലാതെ ഓടിപ്പോകുന്ന പെണ്ണ്, പീഡന പർവ്വങ്ങൾ അല്ലാഹു നിനക്ക് തരില്ലേ? നിനക്ക് തരില്ലേ? ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. പീഡനത്തിന്റെ പേരിൽ ഫെമിനിസക്കാരുടെ പിന്നാലെ ഗരാവോ ചെയ്തിട്ട് കാര്യമില്ല. നിന്നെ ഏൽപ്പിച്ച ബാധ്യത നിർവഹിക്ക്, ഡ്യൂട്ടി നിർവഹിക്ക്. നിന്റെ ഭർത്താവിനെ അംഗീകരിച്ച് നിൽക്ക്. ആ ഉപ്പാന്റെ ജനാസ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, കൊണ്ടുപോയി നിസ്കരിച്ചു, ദഫൻ ചെയ്യാൻ ചെന്നു. എല്ലാ തൽഖീന് തസ്ബീഹ് അടക്കം കഴിഞ്ഞ് ഒരു സഹാബിയെ വിളിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഈ ഉപ്പാൻക്ക് ഒരു മകളുണ്ട്, അവളെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് യാത്രയാവണേ, എന്റെ ഒരു സന്ദേശവുമായി. ആ സഹാബി ചെന്ന് പറഞ്ഞത് ഇതാണ്, ഇന്നല്ലാഹ് ഖദ് ഗഫറ ലിഅബീഹാ ബിതാഅതിഹാ ലിസൗജിഹാ. നീ നിന്റെ ഭർത്താവിനെ അംഗീകരിച്ച ഒറ്റ കാരണത്താൽ നിന്റെ വാപ്പാക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, സ്വർഗപ്രവേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതല്ലേ നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ലത്? അതല്ലേ നല്ലത്? ബാപ്പാന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമായത് ഈ പൊന്നുമോളുടെ ഭർത്താവിനെ അംഗീകരിച്ചതാണെന്ന്. ആരോടാ ഞാൻ ഈ വിഷയം പറയുന്നത്? ആരോടാ ഞാൻ ഈ വിഷയം പറയുന്നത്? എനിക്കറിയാം അതിന്റെ സ്വീകാര്യത എത്രയാണെന്ന്. പൊന്നുമോളെ, ഈ ഗൾഫിന്റെ പളപളപ്പിൽ നീ തോന്നുന്ന പോലെ ജീവിച്ചു പോയിട്ട് പിന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ അനർത്ഥമല്ലേ അത്? എന്താണ് ഈ വിഷയം കൊണ്ടുള്ള ഉദ്ദേശം? പലപ്പോഴും ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ തല്ലിക്കാനാണോ എന്ന്. നാളത്തെ വിഷയം തന്നെയാണ്, അത് വേറെ വിഷയമാണ്, ഏറ് കിട്ടുന്ന വിഷയമാണ്. നാളെ 2 ടീമിനെയും എനിക്കെതിരാക്കാൻ എന്തൊരു ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു ഖൈറ് തരട്ടെ, നന്മ. ആമീൻ. എന്തൊരു കുറവ്? അള്ളാഹു തആല ഖൈറ് തരട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് നന്മയോടെ ചെന്ന് നിൽക്കാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എങ്കിൽ പുറത്തിറങ്ങി നടക്കാതെ ശ്രദ്ധിക്കുക. പീഡനങ്ങൾ വന്നു ചേരുന്ന ഒരുപാട് മേഖലകളെ സ്വയം ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചേക്ക്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ്യ. ജാഹിലിയ കാലത്ത് യഥേഷ്ടം നിലാവിൽ നടന്നു പോകുന്ന പോലെ
പല ജീവികളും നടന്നു പോകുന്ന പോലെ ഒരു പ്രശ്നവുമില്ലാതെ പകലിലും എവിടെയും കയറി ചെല്ലുന്ന ഒരു ലോകം, ഒരു സാഹചര്യം, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞുപോയി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വഖർന ഫീ ബുയൂതി, വീടാ നിനക്ക് നല്ലത് എന്ന്. ആരാ നമ്മളെ വെളിയിലിറക്കിയത്? ആരാ സഹോദരിമാർക്ക് മുന്നിൽ നിന്ന് പട നയിച്ചത്? ഇന്നൽ മറഅ ഔറാ ഇദാ ഖറജത് മിൻ ബൈതിഹാ ഇസ്തശറഫ അശ്ശൈത്വാൻ. സഹോദരിമാർ വീടിന്റെ വെളിയിൽ നിന്ന് ഭർത്താവിനോടൊന്നിച്ചല്ലാതെ, സമ്മതമില്ലാതെ, മഹ്റമോടൊന്നിച്ചല്ലാതെ പുറത്തിറങ്ങിയാൽ അവളെ കൂടെ ശൈത്താൻ ഉണ്ടാകുമെന്ന്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന്. ഇന്ന് പോരുമ്പോ ഒരു മെസ്സേജ് എനിക്കൊരു സഹോദരൻ കൈമാറി. ഈ അടുത്ത പ്രദേശത്തെ ഒരു കോളേജിന് സംബന്ധിച്ച വിഷയം. ആരാ ശ്രദ്ധിക്കാറുള്ളത്? ആരാ ശ്രദ്ധിക്കാറുള്ളത്? കുട്ടി കമിതാക്കളെയാണ് ഈ ആഴ്ചയിൽ, ഈ ശനിയോ വെള്ളിയോ കഴിഞ്ഞ ആഴ്ചയിൽ പയ്യാമ്പലം ബീച്ചിൽ, കണ്ണൂര് ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് പിടിച്ചത്. സ്കൂളിലേക്ക് യൂണിഫോം ഇട്ട് പോയ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ എവിടെയാണ്? ബീച്ചുകളിൽ, അവിടുത്തെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ കൊട ചൂടിയിട്ട് കൊക്കുരുമ്മി ഇരിക്കുന്ന രീതിയിൽ കുട്ടിക്കമിതാക്കളെ കേഡർ പോലീസുമാർ പിടിച്ചപ്പോ നെഞ്ചിടിപ്പോടെയാണ് രക്ഷിതാക്കൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഒരു കാലത്ത് ഇസ്ലാമിക ചിഹ്നമായിരുന്ന പർദ കൊണ്ടുപോയിട്ട് കാപട്യ വേഷം ധരിപ്പിച്ചതാരാണ്? ഒരിക്കലും ഇസ്തിഹ്സാ ചെയ്യല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്തഹ്സീൻ. അല്ലാഹുവിന് ഇഷ്ടമേ ഇല്ല പരിഹാസം എന്നത്. കള്ള് കുടിക്കാം, ചിലപ്പോ നമുക്ക് കള്ള് കുടിക്കുന്നവരുണ്ടാവാം ഈ സദസ്സിൽ. അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തന്നേക്കാം ചില സന്ദർഭങ്ങളിൽ. എന്നാൽ ബിയറും വൈനും ഒന്നും കള്ളല്ല എന്ന മെസ്സേജ് ഇറക്കിയാലോ, അങ്ങനെ പറഞ്ഞാലോ, കള്ളിനെ ഹറാമെന്ന ആ ഒരു വലിയ വിഷയത്തെ നിസ്സാരമാക്കി കളഞ്ഞാലോ തൗബയുടെ വാതിൽ പോലും അടയുമെന്നാം പണ്ഡിതന്മാര് പറയുന്നത്. നിസ്സാരാക്കല്ലേ, മതചിഹ്നങ്ങളെ പരിഹാസ രൂപത്തിൽ കാണല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, അനുമതിയില്ലാതെ മഹറമോടൊന്നിച്ചല്ലാതെ വെളിയിലിറങ്ങുമ്പോ പീഡനങ്ങൾ സുലഭമാണ്. അത് സത്യവുമാണ്. പരിശുദ്ധ ഹബീബിന്റെ വാക്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതുമാണ്. സൗദാ ബീവിയോട്, ഉമ്മുൽ മുഅ്മിനീൻ സൗദാ ബീവിയോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, അലാ തഖ്റുജീന ഇലൽ ഹജ്ജ്. ഹജ്ജിന്റെ മൗസിമായപ്പോൾ ചോദിച്ചു സൗദാ ബീവിയോട്, പൊന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഹജ്ജിന് പോരുന്നോ ഇല്ലയോ? ഖാലത്ത്, സൗദാ ബീവി പറഞ്ഞത്, വല്ലാഹ് ഹജ്ജത്തു, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ ഹബീബിനോടൊന്നിച്ച്, എന്റെ ഭർത്താവിനോടൊന്നിച്ച് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. സുമ്മ അമറനി അല്ലാഹ്, പിന്നെ അല്ലാഹു എന്നോട് കൽപ്പിച്ചത് വീടിനെ നിർബന്ധമാക്കാനാണ്. എന്ത് ഹജ്ജ് പിന്നെ, എന്ത് ഉംറ പിന്നെ. വമാ ഖറജ്തു മിൻ ബൈതിഹാ വമാ ഖറജത് മിൻ ബൈതിഹാ. പിന്നെ സൗദാ ബീവിയെ ഞങ്ങൾ കണ്ടത് അവരുടെ ജനാസ മരണപ്പെട്ട ശേഷം പള്ളിയിലേക്ക് അവരെ ജനാസ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് പിന്നെ സൗദാ ബീവിയുടെ ജനാസ ഞങ്ങൾ കണ്ടത് എന്ന് സഹാബത്തെ. സാധ്യമാകുമോ ഇന്ന് നമുക്ക്? ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, എന്റെ ഹബീബിനോടൊന്നിച്ച്, എന്റെ ഭർത്താവിനോടൊന്നിച്ച്. ഇനി ഞാൻ ഹജ്ജിനില്ല, ഇനി ഞാൻ ഉംറക്കില്ല. ഏത് സീസണാവട്ടെ, മക്കയിൽ വസിക്കട്ടെ, മദീനയിലാവട്ടെ, ഞാൻ ഇനിയില്ല. എന്നോട് എന്റെ ഭർത്താവും അള്ളാഹുവും പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന, അവിടെ നിൽക്കാനാണ്. പീഡനങ്ങൾ കുറയാനുള്ള ഒരുപാട് ക്യാപ്സൂളുകളാണ് ഞാൻ തരുന്നത്. ദുർറുൽ മൻസൂറിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സൗദാ ബീവിയുടെ ഈ കഥ. ആരാണ് പൊന്നുമോളെ സ്വർഗത്തിലെ ഹൂറുൽ ഈൻ പോലും ആരാണ്?
നിന്റെ വില കുറച്ച് കാണിച്ചു ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാ നീ തുള്ളിച്ചാടിയത്. അതിന്റെ പേരിലാണ് ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളിയത്. മുത്തലാഖിനെതിരായാലും ഏത് വിഷയങ്ങളിലായാലും പരിശുദ്ധ ഇസ്ലാമാണ് സ്ത്രീ സമുദായത്തെ പിന്നിലേക്ക് വലിക്കുന്നത് എന്ന് പറഞ്ഞ് ഫെമിനിസ്റ്റ് വാദികൾ കടന്നു വന്നിട്ടുണ്ട്. പൊന്നുമോളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ഒരു നിയമവുമില്ലാത്ത നാളത്തെ പാരഡൈസിലെ കഥയാണ് പറയുന്നത്. അവിടുത്തെ സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്. നീ മത്സ്യ മാർക്കറ്റിലെ ചാളയല്ല. ദുനിയാവിലെ പെണ്ണ് മത്സ്യ മാർക്കറ്റിലെ ചാളയല്ല. വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ഒരു നിയമവുമില്ലാത്ത സ്വർഗത്തിലെ ഹൂറലീങ്ങളെപ്പോലും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ചിപ്പിക്കകത്ത് അടച്ചു വെക്കപ്പെട്ട മുത്തുകൾക്ക് സമാനമാണ്. അഥവാ നാളെ നിയമം പോലുമില്ലാത്ത ഇവിടെ ചെയ്ത സുഹൃതത്തിന്റെ ഫലമായിട്ട് എത്തിച്ചേരാനുള്ള സ്വർഗലോകത്തെ സഹോദരിമാരെ കുറിച്ച് പോലും പറഞ്ഞത് അവര് ചിപ്പിക്കകത്ത് ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെയാണ്. വെളിയിലിറങ്ങി ആഭാസകരമായ രൂപത്തിൽ നടക്കുന്നവരല്ല, സ്വർഗത്തിലെ ഹുർലിരുന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യത്മിസുഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. അവരെ മറ്റുള്ളവരിലേക്ക് നോക്കാത്തവരാണ്. ലം യത്മിസുഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. അന്യ ഒരാളെ സ്പർശിക്കുക പോലും ചെയ്യാത്തവരാണ്. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. ടെന്റുകൾക്കകത്തിരിക്കുന്നവരാണ് സ്വർഗീയ ഹുർലീങ്ങളത്രേ. പൊന്നുമ്മ, സഹോദരി, ശബ്ദം കേൾക്കുന്ന സഹോദരിമാര് ശ്രദ്ധിക്ക്. നിയമമില്ലാത്ത നാളത്തെ ലോകത്തെ സഹോദരിമാര് പോലും അങ്ങനെ വെളിയിൽ ഇറങ്ങാത്തവരാണെന്നല്ലേ ഈ ആയത്തുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നിയമമുള്ള ഈ ലോകത്ത് പുറത്തിറങ്ങി നടക്കുന്ന നമ്മുടെ ഉമ്മമാരുടെ സാഹചര്യമെന്ത്? പെൺകുട്ടികളുടെ സാഹചര്യമെന്ത്? നിയമമില്ലാത്ത ലോകത്ത് പോലും വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ചിപ്പിക്കകത്ത് വെച്ച മുത്തുകൾക്ക് സമാനമത്രേ. ആഭാസകരമായി മാർദ്ദളമായ ശരീരം വെളിയിൽ കാണിച്ച് നടക്കുന്നവരല്ല സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളെങ്കിൽ. എല്ലാ നിയമവും മതനിയമങ്ങളും മറ്റു എല്ലാ നിയമങ്ങളുമുള്ള ഈ ഭൗതിക ലോകത്തിറങ്ങി നടക്കുന്ന നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ് അവർ പുറത്തിറങ്ങാൻ സഹായമായത്? ഇറങ്ങി നടക്കാൻ ലജ്ജയില്ലാതെ പോയെന്നത് ഏറ്റവും വലിയ അപകടത്തിലേക്ക് എത്തിച്ചു നമ്മെ. ആരാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ട വിഷയം എന്താണ്? ആരാ പഠിപ്പിക്കേണ്ടത്? ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നഹ്നു നർസുഖുക, ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതിനല്ലേ നിങ്ങൾ പെടാ പാടുപെടുന്നത്? 50 വയസ്സ് കഴിഞ്ഞിട്ട് 6 മാസത്തെ ലീവിന് വരുന്ന വാപ്പയോട് ഇനിയും പോകുന്നോ എന്ന് ചോദിച്ചാൽ, കെട്ടിച്ചു വിട്ട പൊന്നുമോളുടെ കുടിയിരിപ്പ് വരാനുണ്ട്, ഹൗസ് വാമിംഗ് വരാനുണ്ട്, ഒരു തവണ കൂടെ പോകട്ടെ എന്ന് പറയുന്നവർ, സ്വയം ജീവിക്കാൻ മറന്നുപോയവർ, പൊന്നുപ്പ കേട്ടു പോകണേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ഹദീസ്. ലജ്ജയാണ് മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരുന്നത്. കാശായിരുന്നില്ല കൊടുക്കേണ്ടത്. ലജ്ജ പഠിപ്പിച്ചില്ല നമ്മളാരും. ഈമാൻ പഠിപ്പിച്ചില്ല നമ്മളാരും. അതായിരുന്നില്ലേ നമ്മള് മക്കൾക്ക് നമ്മൾ വലിയ വിഷയമായി കൊടുക്കേണ്ടിയിരുന്നത്. ആ ഹയാ ഇല്ലാതെ പോയാൽ എന്തുമാകും ഇവിടുത്തെ സമുദായമെന്ന്, എന്തുമാവാമെന്ന്. ആ ഹയാ പഠിപ്പിക്കാനാണ് നമ്മൾ പിന്നോക്കം പോയിട്ടുള്ളത്. ലജ്ജ എന്താണെന്ന് നമ്മളാരും നമ്മളെ മക്കളെ പഠിപ്പിച്ചതേയില്ല. എങ്ങനെയും നടക്കാമെന്നായി, എന്തും ചെയ്യാമെന്നായി. പിന്നെ എങ്ങനെയാണ് പീഡനങ്ങളില്ലാതാവുക? അലാ വല്ലാഹി മാ ഫിൽ ഐശി ഖൈറാ
വലദ്ദുനിയാ ഇദാ ദഹബൽ ഹയാഉ. ലജ്ജ പോയാൽ എന്തും ചെയ്യാൻ മടി വരില്ല. എന്തും ചെയ്യാം. ആരാ നമ്മുടെ സഹോദരിമാരെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറഞ്ഞയച്ചത്? ആരാ പഠിപ്പിച്ചത്? പ്രത്യേകമായിട്ട് ഷോപ്പുകളുടെ അവരുടെ ക്വാളിറ്റി എഴുതി വെക്കാറുണ്ടായിരുന്നു. അവരുടെ പരസ്യത്തിൽ സ്ത്രീകളെ പഠിപ്പിക്കാൻ വനിതാ പരിശീലകരുണ്ടെന്ന്. ഇന്നതുണ്ടോ? എവിടേക്ക് വേണമെങ്കിലും യാത്രയാവാം. അവർക്ക് തൊട്ടുരുമ്മി കൈപിടിച്ച് സല്ലപിച്ച് യാത്ര ചെയ്തുകൊണ്ട് ഏതോ ഡെസ്റ്റിനേഷനിലേക്ക് നവമധുമിത് ആഘോഷിക്കാൻ പോകുന്ന ചെറുപ്പക്കാരികൾ, ആ പുതുമാരന്മാർ പുതുമണവാട്ടിമാർ പോകുന്ന പോലെ തൊട്ടടുത്തിരുന്നിട്ട് സംസാരിച്ചു കൊണ്ട് യാത്ര ചെയ്യുന്ന എത്ര പേരാണ്? പഠനത്തിന്റെ പേരിലല്ലേ ആരാ പറഞ്ഞയക്കുന്നത്? പിന്നെ പീഡനം. അവിടെ പോയി ഇവിടെ പോയി എന്തർത്താ ഉള്ളത്? കത്തിയും കഴുത്തും നമ്മളായി ഏൽപ്പിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് പരാതിപ്പെടുന്നത്? ഓർക്കണേ എത്ര വലിയ അപകടമാണെന്ന്. ലൈസൻസ് കൊടുത്തില്ലേ നമ്മള്? വനിതാ പരിശീലകർ, ഡ്രൈവേഴ്സ് ഇല്ല, എവിടെയും ഇന്ന് കാണാനേ ഇല്ല. ഇന്നും ഒരു സ്ഥലത്തേക്ക് യാത്രയായപ്പോ പിന്നിലിരുന്ന സുഹൃത്ത് ചോദിച്ചു, എന്താണ് ഈ പഠന രീതികളൊക്കെ? എവിടേക്കാ പോണത്? എവിടെയും പോകാം. ഒരു പെണ്ണ് അതേതോ ഒരു സഹോദരന്റെ ഭാര്യ, ഒരു പെണ്ണ് അതേതോ 17-18 കഴിഞ്ഞ പെണ്ണ്, ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ മാഷ്, ആരാവട്ടെ, നമ്മളാണെല്ലാം കൊടുക്കുന്നത്. പോയി നോക്ക്, ചൊവ്വാഴ്ചയും പോയി നോക്ക്, എവിടെയെങ്കിലും ലൈസൻസ് ടെസ്റ്റ് നടക്കുന്നിടത്ത് ആരാ കൂടുതലുള്ളത്? ആരാണ് അവരെ പുറത്തിറക്കിയത്? മുജജമാഅത്തുകാരായി അല്ല, ഏറ്റവും കൂടുതൽ ആളുകളെ പുറത്തിറക്കിയത് ആക്റ്റീവ കമ്പനിയാണെന്ന് പറഞ്ഞാൽ അത്ഭുതം വേണ്ടതില്ല. അതല്ലേ നമ്മളെ ഇത്രയും അപകടത്തിലേക്ക് എത്തിച്ചത്? അതല്ലേ ഇത്രയും പീഡനങ്ങളിലേക്ക് എത്തിച്ചത്? അതുകൊണ്ട് പൊന്നുമോളെ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നാളെ നിയമമില്ലാത്ത ലോകത്തെ സ്ത്രീകളുടെ സാഹചര്യം പോലും അവരുടെ സ്വഭാവ ഗുണം പോലും ഇതാണെങ്കിൽ ഈ ദുനിയാവിൽ എത്രമാത്രം ശ്രദ്ധിക്കണമെന്നാണ്. ഇദാ റുഫിഅൽ ഹയാ മിനൻ നിസാ. ഹയാ ഒരാളിൽ നിന്ന്, പ്രത്യേകിച്ച് സഹോദരിമാരിൽ നിന്ന് ഉയർന്നു പോയാൽ എന്താ ഇവിടെ സംഭവിക്കാത്തത്? ഇന്നല്ലാഹ ഇദാ അറാദ അൻ യുഹ്ലിക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നസാ മിൻഹുൽ ഹയാ, ലജ്ജയെ അല്ലാഹു ഒഴിവാക്കുമെന്ന സമുദായത്തിൽ നിന്ന് ഇന്ന് ലജ്ജയില്ല. വല്യമ്മമാര് അവരുടെ തട്ടത്തിന്റെ തലഭാഗം മൂക്കുവരെ മറച്ചിട്ടായിരുന്നു അവരുടെ ആളുകളോട് പോലും സംസാരിച്ചിരുന്നത്. നിങ്ങൾക്കറിയില്ല, അത്രയും ഭവ്യതയായിരുന്നു, അത്രയും മനോഹരമായ നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ. ഇന്ന് തട്ടം എവിടെ? ഇന്നെവിടെയാണ്? ഈ കാണുന്ന ഒരു രീതിയും പരിശുദ്ധ ശരീഅത്തിന്റെ നിയമങ്ങളുടെ ഒരു രീതിയും അവരുടെ ഭാഗത്തില്ല. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ കലാലയങ്ങളിലെ പോലീസ് കേഡറ്റുമാർ, കുട്ടികളുടെ അവസ്ഥ എന്താണ്? ആരാണ് ആ ടെസ്റ്റിന് നമ്മളെ മക്കളെ പിടിച്ചിരുത്തിയത്? ഏതെങ്കിലും അധ്യാപക സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വാഫിയോട് ക്ഷമിച്ചേക്ക്, പറയാതിരിക്കാൻ വയ്യ. SPC എന്ന് പറയുന്ന പോലീസ് കേഡറ്റിലേക്ക് ആരാ നമ്മളെ മക്കളുടെ പേര് രജിസ്റ്റർ ചെയ്തത്? 8, 9, 10 3 കൊല്ലം ഏതോ ഒരു 30 മാർക്കിന്റെ പേരിലാണ്, ഗ്രേസ് മാർക്കിന്റെ പേരിലാണ്. ഇനി അതും നിർത്തലാക്കുന്നുണ്ടോ ആവോ? അതും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ 3 മാസം 3 വർഷം നമ്മളെ കുട്ടികളെ യഥേഷ്ടം പറഞ്ഞുവിടുക. എന്താണ് അവരുടെ ഡ്രസ് കോഡ്? എന്താണ് അവരുടെ ഡ്രസ് കോഡ്? പുരുഷന്മാരുടെ പോലീസ് വേഷം ധരിപ്പിച്ച് ഒരിക്കലും തട്ടമിടാത്ത നബിദിനത്തിന് നമ്മുടെ കുട്ടികൾ ദഫ് കളിക്കുമ്പോൾ ധരിക്കുന്ന ക്യാപ്പ് ധരിപ്പിച്ചിട്ടാണ്, തലമുടി മുഴുവനും പുറത്താക്കിയിട്ടാണ് നമ്മുടെ പ്യൂബിക് ഏജിലേക്ക് എത്തിയ പ്രായപൂർത്തിയായ 8, 9, 10 കുട്ടികളെ പറഞ്ഞയക്കുന്നത്. ഞാൻ ചോദിച്ചു എന്റെ ക്ലാസ്സിൽ വരുന്ന പല കുട്ടികളോടും, എന്താ ലാഭം നിങ്ങൾക്ക്? ഏത് വെക്കേഷൻ ആയാലും ഏത് ശനിയായാലും രാവിലെ തന്നെ അവരെത്തണമെന്നാണ് യഥേഷ്ടം സിനിമയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന രക്ഷിതാക്കൾ കേൾക്കണേ. ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു, ഇത്രയും കഷ്ടപ്പാട് വേണോ 30 ഗ്രേസ് മാർക്കിന്?
ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ നിന്ന് പഠിച്ചാൽ പോരെ, നിന്റെ വെക്കേഷൻ നഷ്ടപ്പെടുത്തുമാറ്. ബക്കറ്റ് പിരിവ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നല്ല സംഭാവനകൾ നൽകി സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറലാക്കട്ടെ. ഒന്ന് എണീറ്റിരിക്കുക. സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സംഖ്യ കൊടുത്ത് സഹായിക്കുക. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നമ്മുടെ കലാലയങ്ങളിലുണ്ട്. ഒരു സ്കൂളിൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആരാണ് നിങ്ങളെ കൂട്ടിയത്? കുട്ടികൾ മനോഹരമായിട്ട് പറഞ്ഞു, ഒരു മുസ്ലിം സാറാണ്. എന്റെ സാറുമാർ കേൾക്കണേ, എന്തെന്നെ വിളിച്ചാലും വേണ്ടിയില്ല, കേൾക്കണേ. കുട്ടികളെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കരുത്. കുട്ടികളെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് കൊണ്ടുപോവേണ്ടവരാണ്, മിസ്ലീഡ് ചെയ്യേണ്ടവർ അല്ല. നാളത്തെ നന്മയുടെ ഫിത്രത്തിൽ വളർന്ന കുട്ടികളെ തിന്മയിലേക്ക്, അതും ഒരു മുസ്ലിം മെമ്പർഷിപ്പുള്ള, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പുള്ള അധ്യാപകന്മാർ കുട്ടികളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് അതൊരു മുസ്ലിം അധ്യാപകനാണെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ അഭിമാനം കൊള്ളുകയും ചേർക്കുകയും ചെയ്യുമ്പോ, പൊന്നുമോളെ പൊന്നുമോനെ, ആ അധ്യാപകനോട് ഞാൻ ചോദിക്കട്ടെ, ആർക്കൊക്കെ തലയാണ് നീ വെക്കേണ്ടി വരിക? ആരൊക്കെ പിഴച്ചുപോയതിന്റെ ഉത്തരവാദിത്തമാണ് നാളെ നീ ഏൽക്കേണ്ടി വരിക? എത്രയും അപകടകരമായ, കാണുന്നതിനൊക്കെ മക്കളെ കൊണ്ടുപോയി, ഏതൊക്കെ പരീക്ഷക്കാണ് മക്കളെ കൊണ്ടുപോയി ഇരുത്തുന്നത്? എന്ത് നന്മയാണെന്ന് പോലും ആലോചിക്കാതെ, എന്ത് നന്മയാണെന്ന് പോലും ആലോചിക്കാതെ. അള്ളാഹു നിങ്ങളുടെ കയ്യിലേൽപ്പിച്ച അമാനത്ത്, നിഅമത്താണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ മറുപടി പറയേണ്ടി വരും, നാളെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടൊരു സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഹയാഇനെ അവിടെ നിന്ന് എടുത്തു കളയാ ചെയ്യുക. ആദ്യം ഈ കുട്ടികൾക്ക്, ഈ പോലീസ് കേഡറ്റിൽ ചേർന്ന കുട്ടികൾക്ക് 3 കൊല്ലം കഴിയുമ്പോ ആൺകുട്ടികൾ ഡ്രസ്സ് ധരിച്ച് തലമറക്കാതെ ഓമശ്ശേരി അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടി വലുതാകുമ്പോ അവളുടെ ഡ്രസ് കോഡ് എന്തായിരിക്കും? ഓർക്ക് എന്തായിരിക്കും? ചെറുപ്പത്തിൽ നിങ്ങൾ കൊടുത്തു വെച്ചത്, ചെറുപ്പത്തിൽ നിങ്ങൾ അവളെ ചേർത്തി വെച്ചതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ ലാഭം നാളെ നമ്മൾ എന്തായിരിക്കും നമ്മൾ നേടുന്നത്? എന്തായിരിക്കും നമ്മൾ നേടുന്നത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. നാളെ മഹ്ശറയിൽ ബാപ്പ മകനെ കണ്ടാൽ ശ്രദ്ധയില്ല, സഹോദരങ്ങളെ കണ്ടാൽ ശ്രദ്ധയില്ല, പ്രിയ പ്രേയസിയെ കണ്ടാൽ ശ്രദ്ധയില്ല. പരസ്പരം ഓടുന്നവരാണ്. ആരെ പറഞ്ഞത് ഓടുന്നുവെന്ന്? അങ്ങനൊന്നുമില്ല, ആരും ഓടണില്ല, ആരും ഓടുന്നില്ല. പരസ്പരം ഓടുന്നത് ചില പ്രത്യേക ആൾക്കാർ മാത്രമാണ്. ചെയ്യേണ്ട ഹക്ക് വീട്ടാത്തവരാണ് കാണുമ്പോൾ ഓടുന്നത്. ജീവിച്ചത് മുഴുവനും മക്കൾക്ക് വേണ്ടി, ഡൊണേഷൻ കൊടുത്തത് മക്കൾക്ക് വേണ്ടി, സ്കൂൾ വെഹിക്കിളുകൾ ഏർപ്പാട് ചെയ്തത് മക്കൾക്ക് വേണ്ടി. പൊന്നുപ്പാ, നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, ആർക്കാണ് നീ പകലന്തിയോളം ഓടിയത്, വിയർപ്പൊഴുക്കിയത്, ചോരനീരാക്കിയത്? എല്ലാം മക്കൾക്ക് വേണ്ടി. എന്നിട്ട് നാളെ അതേ പൊന്നുമോളെ, പൊന്നുമോനെ കാണുമ്പോ മഹ്ശറയിലും ഓടുകയാണോ? തിരിച്ചവരെ ഭാഗത്ത് നിന്ന് ഒരു സഹായമെങ്കിലും ചോദിക്കാൻ നിൽക്കൂലേ നിങ്ങൾ? ഇവിടത്തെ സകല സമയം ചിലവഴിച്ചത് അവർക്ക് വേണ്ടി. നാളെ കാണുമ്പം അവിടെ ഓടത്രേ. എന്താ ഇതിന്റെ കഥ? അവിടെ ഓടുന്നത് എന്തിനാന്നറിയോ? പോലീസ് കേഡറ്റിൽ ചേർത്ത പെൺകുട്ടി നാളെ വാപ്പയെ കാണുമ്പോ ചോദിക്കുന്നുണ്ട്, ലിമലം തുവാസിനി ബിമാലിക്, എന്തിനെ കാശ് തന്നത്? കരഞ്ഞിട്ടാണ് ഏതോ ഡെസ്റ്റിനേഷനിലേക്ക് പിക്നിക്കിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഉമ്മയുടെ വക്കാലത്തിലാണ് പ്രായപൂർത്തിയായ കുട്ടി പോലും ലാസ്റ്റ് ഇയർ അല്ലേ, 10-ലല്ലേ, 9-ലല്ലേ, 8-ലല്ലേ എന്നൊക്കെ ചോദിച്ച് പൈസ വാങ്ങിയത്. ഇതേ കുട്ടി നാളെ ചോദിക്കാണ്, ലിമലം തുവാസേനി ബിമാലിക്, എന്തിനെ കാശ് തന്നത്? എങ്ങനെയുണ്ട്?
ലിമലം അർഷത്തനി, എന്തേ ഒന്ന് ലീഡ് ചെയ്തുകൂടായിരുന്നോ എന്നെ, ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൂടായിരുന്നോ എന്നെ? എങ്ങനുണ്ട്? ഇത് കേൾക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ടാണ് വാപ്പ മക്കളെ കാണുമ്പോൾ ഓടുന്നത് എന്ന് ഇബ്നു കസീർ. ഇവിടെ അധ്വാനിച്ചത് മുഴുവൻ ഇതിനാണ്. ആ കൊടുത്ത കാശ് നേരെ റിട്ടേൺ അടിക്കാൻ നമുക്ക് തന്നെ ചുമരിലേക്ക് പന്തടിച്ച പോലെ ആ വിഷയം തന്നെ എടുത്തുവെച്ചിട്ട് കുട്ടി ചോദിക്കാൻ, എന്തിനേ പൈസ തന്നത്? ഒന്ന് പറഞ്ഞുകൂടായിരുന്നു അത് ശരിയല്ല എന്ന്? ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്വർഗത്ത് പോയിക്കൂടായിരുന്നോ? ഇത് കേൾക്കാനുള്ള ത്രാണി, ശക്തി, മനക്കരുത്ത് വാപ്പാക്കില്ലാത്തത് കൊണ്ടാണ് നാളെ മഹ്ശറിൽ മക്കളെ കാണുമ്പോ വാപ്പ ഓടുന്നത്, പരസ്പരം ഡ്യൂട്ടി നിർവഹിക്കാത്തവർ കാണുമ്പോ ഓടുന്നത് എന്ന് ഒരുപാട് മുഫസ്സിരീങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനെ, മക്കളോട് സ്നേഹം എന്താണെന്നറിയണ്ടേ നമുക്ക്. അബീ ഖുബൈസ് മല വന്നിട്ടല്ലേ നബിയോട് പറഞ്ഞത്, നബിയേ ഞാൻ സ്വർണമാകാമെന്ന്. അങ്ങനെ സ്വർണമായ മോചിതത്തിന്റെ സ്വർണം കൊണ്ട് മക്കളെ പോറ്റാമായിരുന്നില്ലേ? ഹബീബിനെ പോറ്റാമായിരുന്നില്ലേ? എന്തും വാങ്ങിച്ചു കൊടുക്കാമായിരുന്നില്ലേ? നബി തങ്ങൾ വാങ്ങിയില്ല. കെഞ്ചിയിട്ട് മാമലകൾ സ്വർണമായി തരാം, കാശായി തരാമെന്ന് പറഞ്ഞിട്ട് പോലും അള്ളാന്റെ ഹബീബ് അതിന് സമ്മതിച്ചിട്ടില്ല. മക്കളെ പട്ടിണിട്ട് കിടത്തിയിട്ടുണ്ട്. നബിയുടെ വീടുകൾ 2 മാസമൊക്കെ തുടർച്ചയായിട്ട് അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല എന്ന് ഒരുപാട് ഹദീസുകളിലുണ്ട്. ആലുവ അടുപ്പായത് കൊണ്ടല്ല, തീ പുകഞ്ഞിട്ടില്ല. 4ഓളം ഭാര്യമാര്, ഫാത്തിമ ബീവി അടക്കമുള്ള 4ഓളം ഹബീബിന്റെ മക്കളും ഭാര്യമാരും കൂടിയ ഒരു സദസ്സ്. 4 പേരുണ്ടവിടെ, ഹബീബും ഉണ്ടവിടെ. ഒരു ഹദീസിൽ ആയിഷ ബീവി ഒരു ചെറിയ റൊട്ടി കഷ്ണം അള്ളാന്റെ ഹബീബിന് കൊണ്ടുപോയി കൊടുത്തപ്പോ ഷെയർ ചെയ്തപ്പോ ഹബീബ് പറഞ്ഞു അത്രേ, ആയിഷ ഒരുപാട് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ആദ്യമായി കിട്ടിയതാണിത് എന്ന്. പട്ടിണി കിടത്താണ് മക്കളെ. ഇന്ന് ആർക്കാ പട്ടിണിയുള്ളത്? ഇന്ന് നാം കഴിച്ചില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവർ നമ്മൾ. ഇനി ഒന്നുകൂടെ കേൾക്ക്, ഒരു പനിയായാൽ ഈ ഓമശ്ശേരിയിലെ ഏതെങ്കിലും യൂനാനി ഡോക്ടറെയോ ഏതെങ്കിലും ഹെൽത്ത് സെന്ററിലോ കാണിച്ചാൽ മതി. എന്നാലും പാപ്പ തന്റെ പണത്തിന്റെ പത്രാസിൽ പളപളപ്പിൽ എല്ലാ ഗ്രാജുവേഷനും കഴിഞ്ഞ സ്പെഷ്യലൈസ് ആയ ഒരാളെ കാണിക്കാൻ പോകുന്നു. ബുക്ക് ചെയ്ത് ആഴ്ചകളോളം റെക്കമെൻഡ് ഒക്കെ ചെയ്ത് കാത്തിരുന്ന് എന്തിന്? പൊന്നുമോൾക്ക് ശാരീരികമായി വന്നു ചേർന്ന ഒരു രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി, കൺസൾട്ട് ചെയ്യാൻ വേണ്ടി. ശരീരത്തിന് ബാധിച്ച പനി കാണിക്കാനാണ് എല്ലാ യോഗ്യതയുമുള്ള, എല്ലാ ഗ്രാജുവേഷനും കഴിഞ്ഞ സൂപ്പർവൈസറെ, സൂപ്രണ്ടിനെ തന്നെ പോയി കാണിക്കാൻ എത്ര സമയം എടുത്താലും ഒരു പനിക്ക് വേണ്ടി കേവലം ഹെൽത്ത് സെന്ററിൽ പോയാൽ കിട്ടുന്ന 350 ഡോസുള്ള ഒരു പാരാസിറ്റമോളിന് വേണ്ടി. എന്റെ മക്കൾ അത്രയും വിശ്വാസ, അത്രയും കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന രക്ഷിതാക്കളാ. എന്താണ് ഒരു കുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത്? അട്ടർ വേസ്റ്റായ ഈ ബോഡിയാണോ അല്ലെങ്കിൽ ആത്മാവാണോ? ഉപ്പ ചോദിച്ചോട്ടെ നിന്നോട്, ഏതിനാ ഭക്ഷണം കൊടുക്കേണ്ടിയിരുന്നത്? ആത്മാവിനായിരുന്നില്ലേ ഭക്ഷണം കൊടുക്കേണ്ടിയിരുന്നത്? ആത്മാവിന്റെ ഭക്ഷണമല്ലേ നസിയത്തിന്റെ സദസ്സുകൾ, മദ്രസകൾ, ദിക്റിന്റെ സദസ്സുകൾ, മജ്ലിസ് നൂറിന്റെ അവസരങ്ങളൊക്കെ? അവിടെ നിങ്ങളെ കുട്ടികളെ കൊണ്ടുപോയോ? ആത്മാവിന് വേണ്ട ചികിത്സ കൊടുക്കേണ്ടതിന് പകരം അട്ടർ വേസ്റ്റായ ഈ ഭൗതിക ശരീരത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം വലിയ ഡോക്ടേഴ്സിനെയാണ് എവിടെ ചെന്നിട്ടാണ് നിങ്ങൾ കാണിച്ചു പോന്നിട്ടുള്ളത്? എന്നാൽ മദ്രസയിൽ എന്തേ ചേർക്കാതെ? ഇസ്സത്തിലെ കമ്മിറ്റി ചെന്ന് ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവിനോട് ചോദിക്കാൻ, സപ്പോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല, പോയി ചോദിക്കാൻ, എന്തേ ചേർക്ക? ഓൻ പോകുന്നുണ്ട്, ഓൻ ഇന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഒരു സ്കൂളിലാണ്, 8 മണിക്ക് തന്നെ പോകും. അവിടെ 2 പീരീഡ് മദ്രസയുണ്ട്. ഏതാണ് ഈ സ്ഥാപനമെന്ന നോട്ടമില്ല. 8-10 കൊല്ലക്കാലം ചൊറിഞ്ഞ് കുത്തിയിരുന്ന് മീസാനും അജ്നാസും അതുപോലുള്ള വലിയ വലിയ കിതാബുകൾ, മുത്തവ്വൽ എല്ലാ ബിരുദവും കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്രാജുവേഷൻ നേടിയ ഉസ്താദുമാർ ഇസ്സത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ചേർക്കുന്നില്ല. അവിടെ അത്ര ശ്രദ്ധയൊന്നുമില്ല.
അഫ്ളലുലമ കോപ്പി അടിച്ച് പാസ്സായ ഒരു സുല്ലമിയുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് 2 പീരീഡ് അവിടെ അവൻ അറബിയുണ്ട്, അവിടെയും പഠിപ്പിക്കുന്നുണ്ട് എന്ന്. എന്തൊരു കഷ്ടാണ് നമ്മുടെ പോക്ക്. ഒന്നുമില്ലാത്ത അട്ടർ വേസ്റ്റായ ബോഡിക്ക് വേണ്ടിയിട്ട് ഏത് സ്പെഷ്യലിസ്റ്റിനെയും തേടി പോകുന്ന ആളുകൾക്ക് മതത്തിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ഭക്ഷണത്തിന് വരുന്ന ആ കുറവുകൾക്ക് നുഖസാനിയത്തിന് പോയി ചേർക്കുന്ന ആളെ ഒരു സ്പെഷ്യലിസ്റ്റും ആവേണ്ടതില്ല, ഒരു ക്വാളിറ്റിയും വേണ്ടതില്ല. എങ്ങനെയാ മക്കൾ നാളെ പീഡിപ്പിക്കപ്പെടാതിരിക്കുക? പറഞ്ഞേക്ക്, ആലോചിച്ചേക്ക്. സത്യല്ലേ? സത്യമല്ലേ? എവിടെയാ നാളെ സലാഹുദ്ദീൻ അയ്യൂബി വരാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഇത്തിരി പോന്ന നീഡിലിന്റെ ഹോളിലൂടെ ഒട്ടകം കടന്നാലും സംഭവിക്കാൻ പോകാത്തതാണ്. എന്തുകൊണ്ട്? ഏറ്റവും നല്ലത് നിക്കാഹ് എന്ന് പറയുന്ന മുഅക്കദായ സുന്നത്തിന്റെ സദസ്സില്ലേ, ഞാൻ നാളത്തേക്ക് മാറ്റിവെക്കുന്ന ആ വിഷയം കിടക്കട്ടെ. ഏത് ഗൈനക്കോളജിസ്റ്റിനെയാണ് നീ നിന്റെ ഭാര്യയെ കൊണ്ടുപോയി കാണിച്ചത്? ആരെയാ കാണിച്ചത്? ചില സഹോദരിമാരെന്നെ പറയുന്നത് കേൾക്കാറുണ്ട്, അഥവാ സ്ത്രീ ആകുമ്പോ ഒരു ധൈര്യം പോരാ, എന്നിട്ട് ആൺ ഡോക്ടർമാരെ മെയിൽ ഡോക്ടേഴ്സിനെ പോയി കാണിക്കാം. മറ്റൊരാളെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത, സൂക്ഷിച്ചു വെക്കേണ്ട, ശരീരത്തിന്റെ ഏറ്റവും സൂക്ഷ്മത പാലിക്കേണ്ട ഇടങ്ങളെ മറ്റൊരന്യാണിന്റെ മുമ്പിൽ പോയി സമർപ്പിക്കാം. ധൈര്യാത്രേ. ആ ബന്ധത്തിൽ ആ കുട്ടി, വളർന്നു വരുന്ന കുട്ടി എങ്ങനെയാ നന്നാവുന്നത്? ഏത് ഡോക്ടറെയാ സമീപിക്കേണ്ടത്? ശറഅ് പറഞ്ഞിട്ടില്ലേ, പറഞ്ഞു തന്നില്ലേ നമ്മളോട് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര വിശാരദന്മാർ? വഅല്ലാ തദ്ഖുല മഅത് തബീബി വഹദാ ബിദൂന അൻ യകൂന മഅഹാ മഹറം, മഹറമില്ലാതെ ഡോക്ടറെ കാണാൻ പോലും പോവരുതേ എന്ന് പറഞ്ഞിട്ടില്ലേ? ഡോക്ടറെ കാണാൻ പോലും പോകരുതേ എന്ന്. സാധ്യമാകുന്ന രീതിയിൽ നിങ്ങളുടെ ടെറിറ്ററിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ആതുരാലയങ്ങളിൽ, നിങ്ങളുടെ അടുത്ത പ്രദേശത്തെ ആതുരാലയങ്ങളിൽ ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? മുസ്ലിമായ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ. പള്ളിക്കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ടതല്ലേ അത്? വജഅൽനൽ ലൈല വജഅൽനൻ നഹാറ മഅശാ, വെറൈറ്റി ജോബുകൾക്ക് സാധ്യതകൾ തന്നല്ലേ അല്ലാഹു പകലിനെ സൃഷ്ടിച്ചത്? വെറൈറ്റി ജോബ്സ്, മആഷ്. അതിന് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിങ് എല്ലാ മഹല്ല് കമ്മിറ്റിയിലും ഉണ്ടാവട്ടെ. എല്ലാ ബിസിനസ്, എല്ലാ ക്വാളിറ്റിയുമുള്ളവർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, ഓരോ വിഭാഗവും, അധ്യാപകന്മാർ, എല്ലാരും ഉണ്ടാവട്ടെ മഹല്ലിൽ. അത് ഫർള് കിഫയല്ലേ? അത് ഉത്തരവാദിത്തല്ലേ? അടുത്ത് പോവാൻ സാധ്യമാകുന്നിടത്ത് ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ തന്നെ കാണിക്കണമെന്ന് ശറഅ് പറഞ്ഞിട്ട് മാറ്റിവെച്ച് മെയിൽ ഡോക്ടർ അടുത്ത് പോയി കാണിച്ച് ആ ഒരു പ്രഗ്നൻസി കേസിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ തന്റെ ഏറ്റവും ഗോപ്യമായ ആ ശരീരഭാഗങ്ങളെ മറ്റുള്ളവന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിൽ വളർന്നു വരുന്ന, പ്രസവിച്ചു വീഴുന്ന കുട്ടി സലാഹുദ്ദീൻ അയ്യൂബിയാവണം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എന്തേ? എങ്ങനെയാ അത് സംഭവിക്കാൻ പോകുന്നത്? അലാ വല്ലാഹി മാ ഫിൽ ഐശി ഖൈറാ വലദ് ദുനിയാ ഇദാ ദഹബൽ ഹയാഉ. ലജ്ജയില്ലല്ലോ, ലജ്ജയില്ലല്ലോ. എന്തേ നമുക്കൊക്കെ പറ്റിയത്? മരങ്ങൾ, മണ്ണൊലിപ്പ് തടയാൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ഇപ്പോൾ ആൺ സഹോദരങ്ങൾ മൂക്കൊലിപ്പ് തടയാൻ മീശ വെച്ച് പിടിപ്പിച്ചു. അത്രേ ഉള്ളൂ മീശന്റെ വില, അത്രേ ഉള്ളൂ. തോന്നിയ പോലെ നടക്കാൻ നമ്മളെ പെൺകുട്ടികൾ, നമ്മുടെ ഭാര്യമാർ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അത് വേറെ വിഷയമാണ്. എന്തുകൊണ്ട്? തുടക്കത്തിൽ അല്ലേ ഫസ്റ്റ് നമ്മളൊന്ന് അയച്ചു കൊടുത്തു. പിടിക്കാൻ സമയമായിട്ടുണ്ട്. ഇനിയും പിടിച്ചില്ലെങ്കിൽ ഈ ദുനിയാവ് ഇവിടെ സാധ്യമല്ല, മനോഹരമായിട്ട് സഞ്ചരിക്കാൻ സാധ്യമല്ല. യാ ബനീ
ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. ഏത് വസ്ത്രാ വാങ്ങിച്ചു കൊടുക്കേണ്ടത്? ഏത് വസ്ത്രമാ വാങ്ങിച്ചു കൊടുക്കേണ്ടത്? ഇപ്പൊ സീസണുകളില്ല. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ അങ്ങനൊന്നുമില്ല. ഇപ്പോ എപ്പോഴും സീസണാ, എപ്പോഴും സീസണാണ്. ആരാ വാങ്ങിച്ചു കൊടുത്തത്? ഒന്നുകിൽ ഭർത്താവ് ഉത്തരവാദിത്തപ്പെട്ടവർ, അല്ലെങ്കിൽ ബാപ്പ ഉത്തരവാദിത്തപ്പെട്ടവൻ. അവരല്ലേ വാങ്ങിച്ചു കൊടുത്തത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് വെളിയിലേക്ക് പോരാനുണ്ടായ കാരണം പഠിക്ക്. യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. ആദം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിതാവ് അവിടെ താമസിച്ചില്ലായിരുന്നോ സ്വർഗത്തിൽ? അവിടെ നിന്ന് പുറത്തു പോവാൻ വേണ്ടി സകല കുതന്ത്രവും അടവും പറ്റിയത് ഇബ്ലീസ് ആയിരുന്നില്ലേ? അവസാനം അവിടെ നിന്ന് പുറത്തു പോകുന്നില്ലേ? ആദം നബി നമുക്കൊരു മെസ്സേജ് കൈമാറിയില്ലേ ജീവിതകാലം മുഴുവൻ അനുവർത്തിക്കാൻ വേണ്ടിയിട്ട്? ഏതാണ് ആ മെസ്സേജ്? യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, ശൈത്വാൻ ശാത്താൻ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ ബാപ്പയെ പുറത്താക്കിയ പോലെ ശൈത്താൻ നിങ്ങളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ. യൻസിഉ അൻഹുമാ ലിബാസഹുമാ. ആഡംസ് ആപ്പിൾ എന്ന് ഇംഗ്ലീഷുകാരൻ പറഞ്ഞ പോലെ ഒരു ആപ്പിൾ, ഒരു പഴം, ഫ്രൂട്ട് ഭക്ഷിച്ചു. അത് അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ മരത്തിലെ ഫ്രൂട്ടായിരുന്നു. ആദം നബി തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നർത്ഥം. ഇവിടെ വരാനുള്ള ഒരു നിമിത്തം ഉണ്ടായി. ഇവിടെ വരാനുള്ള ഒരു നിമിത്തം മാത്രം ഇബ്ലീസിന്റെ പ്രേരണയായിരുന്നു. നിങ്ങൾ എന്നും ഇവിടെ താമസിക്കും, അതുകൊണ്ടാണ് അള്ളാഹു ആ മരത്തിലെ പഴം തിന്നരുത് എന്ന് പറഞ്ഞത്. തിന്നേക്ക് പിരികയറ്റി അത് കഴിച്ചു. ഒന്ന് പോരാ. പണ്ഡിതന്മാര് ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞത്, ആ ഭക്ഷണം കഴിച്ചതോടെ, ഫ്രൂട്ട് കഴിച്ചതോടെ യൻസിഉ അൻഹുമാ ലിബാസഹുമാ, വിവസ്ത്രനായി പോയി ആദം നബി. ചില പണ്ഡിതന്മാർ തീർത്തു പറഞ്ഞു സ്വർഗത്തുനിന്ന് പുറത്തു വരാണ്ടായ കാരണം, മേജർ റീസൺ വിവസ്ത്രനായി പോയതാണ്. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കിയത് യൻസിഉ അൻഹുമാ ലിബാസഹുമാ, വസ്ത്രം അഴിഞ്ഞുപോയി. അത് തന്നെ അവിടത്തെ വൃക്ഷത്തിലെ വലിയ ഇലകളെടുത്ത് മറച്ചു വെച്ചു എന്നും കാണാം. അതിന്റെ ബാക്കി ഭാഗത്ത് പെട്ടെന്ന് മറച്ചു വെച്ചു. പക്ഷെ പോരാൻ കാരണം ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് വിവസ്ത്രനായി പോയത് കൊണ്ടാണ്, അഥവാ ഔറത്ത് വെളിവാക്കിയത് കൊണ്ട് സ്വർഗത്തുനിന്ന് പുറത്തേക്ക് പോന്നു. അങ്ങോട്ട് പോവാൻ പെടാപാടുപെടുന്ന നമ്മൾ ഔറത്ത് വെളിവാക്കിയാലോ? പൊന്നുമ്മ മറുപടി പറ, പൊന്നുമോളെ മറുപടി പറ. പറയേണ്ടത് നമ്മളല്ലേ പറയേണ്ടത്. സ്വർഗത്തിൽ നിന്ന് പോരാനുള്ള മേജർ റീസൺ ഔറത്ത് വെളിവാക്കിയതാണ്. ഒരു കലാലയത്തിൽ നിന്ന് ഏതോ ഒരു വിഷയത്തിൽ പിടിക്കപ്പെട്ട കുട്ടി, ആ കുട്ടി വീണ്ടും അതേ തെറ്റാവർത്തിച്ചാൽ തിരിച്ചു കയറാമെന്നത് വ്യാമോഹം മാത്രമല്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ഇവിടേക്ക് വരാൻ നിമിത്തമായത് ഇതാണെന്ന് പറയുമ്പോ, അവിടേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം നടത്തുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് ഔറത്ത് വെളിവായ എന്താണ് പൊന്നുമോളെ പിന്നെ സാഹചര്യം? എന്താ നമ്മുടെ സാഹചര്യം? ഔറത്ത് മാംസള ഭാഗങ്ങളെ പുറത്ത് കാണിച്ചുകൊണ്ട് അങ്ങാടികളിലൂടെ നടന്നു പോയിട്ട് പീഡനങ്ങളേറ്റിട്ട് പിന്നെ വാവിട്ട് കരഞ്ഞിട്ട് എന്ത് കാര്യമാവുള്ളത്? മൂക്കിൽ തൂവലിട്ട് തിരിക്കുക, തുമ്മരുത് തുമ്മരുത്. ഇതെന്താ? മൂക്കിൽ തൂവലിട്ട് തിരിച്ചിട്ട് തുമ്മരുത്, പിന്നെന്തർത്ഥാണ്? അതുകൊണ്ട് തിരിച്ചു പോകണേ, ഔറത്ത് ശ്രദ്ധിക്കണേ. നമ്മളൊക്കെ ഒന്നാമതായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക.
15 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ സംസ്ഥാന കലോത്സവം നടന്നില്ലേ? ആരാണ് അത്രയും പോപ്പുലാരിറ്റി കൊടുത്തത് സംസ്ഥാന കലോത്സവത്തിന്? ആരാണ് അത്ര പോപ്പുലാരിറ്റി കൊടുത്തത്? ആരൊക്കെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? കുട്ടികൾ തന്നെ. കുട്ടികളെക്കാൾ പോപ്പുലാരിറ്റി കൊടുത്തത് രക്ഷിതാക്കളായിരുന്നു എന്ന് മറക്കണ്ട. എത്രയോ കാശാണ് അപ്പീലിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിലേക്ക്. അപ്പീൽ കൊടുത്തിട്ട് പോയി ലോഡ്ജ് എടുത്ത് താമസിച്ചു. ഒരു മോഹന നടനത്തിൽ ഫസ്റ്റ് കിട്ടാൻ, കേരള നടനത്തിൽ ഫസ്റ്റ് കിട്ടാൻ. അത്രയും ഉഷാറായിരുന്നു. പൊന്നുപ്പ, ഏതിലാണ് മക്കളെ മത്സരിപ്പിക്കേണ്ടത്? കേരള നടനത്തിനാണോ, കുച്ചുപിടിക്കാണോ, മറ്റേതെങ്കിലും വിഷയത്തിലാണോ? മാധ്യമങ്ങൾക്ക് മുമ്പിൽ, മീഡിയാസിന് മുമ്പിൽ മാംസളമായ തന്റെ കുട്ടിയുടെ ഭാഗങ്ങളെ പ്രദർശിപ്പിച്ച് നിനക്ക് വേണമല്ലേ ഗ്രേസ് മാർക്ക്? എവിടക്കാ നീ കുട്ടിയെ ലീഡ് ചെയ്തത്? എവിടക്കാ ലീഡ് ചെയ്തത്? അലിയാരെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ അള്ളാന്റെ ഹബീബ്, യാ അലി, മത്സരിക്കേണ്ടത് 3 വിഷയത്തിലേക്കാണ് അലിയെ. അലിയെ, മത്സരിക്കാൻ നീ പറയേണ്ടത്, നീ തന്നെ മത്സരിക്കേണ്ടത് അലിയെ 3 വിഷയങ്ങളിലേക്കാണ്. ഒന്നാമത്തത് നേരത്തെ പള്ളിയിൽ പോവാനാണ് വെള്ളിയാഴ്ച. ആദ്യ സഫിലെത്താനാണ് വെള്ളിയാഴ്ച. മറ്റു ജമാഅത്തുകളിൽ ഒന്നാമത്തെ സഫിലെത്താനാണ് അലിയെ നീ മത്സരിക്കേണ്ടത് എന്ന് തായിഫിന്റെ മർദിദരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് നടന്ന ആദ്യത്തെ ബിദ്അത്ത് വെള്ളിയാഴ്ച നേരം വൈകി വരുന്നതാണ്, വരാൻ തുടങ്ങിയതാണ് എന്ന് മുഹദ്ദിസീങ്ങൾ പറഞ്ഞില്ലേ? ലോകത്ത് ആദ്യത്തെ പുത്തനാശയം കയറി വന്നത് വെള്ളിയാഴ്ച നേരം വൈകി വരാൻ തുടങ്ങി എന്നത്. നോക്കണേ ഖത്തീബമാര്, അടുത്ത ആഴ്ച ആരൊക്കെയാ നേരം വൈകി വരുന്നത് എന്ന്. അവരാണ് ബിദ്അത്തിന്റെ ഒന്നാമത്തെ കണ്ണി. അവരാണ് 1-ാം നൂറ്റാണ്ടിലുള്ളവരൊക്കെ എത്ര നേരത്തെയാ പള്ളിയിലെത്തിയത്? നാസ്ത കഴിഞ്ഞാൽ പള്ളിയിലെത്തി. അൽ കഹ്ഫോദി അവിടുന്ന് മറ്റ് ഔറാദുകളും സലാത്തുകളും ഇത്തികാഫുകളുമായിട്ട് ആ ജുമ കഴിയുന്നതുവരെ, അവിടെ ഖബർ സിയാറത്ത് തീരുന്നത് വരെ മനോഹരമായിട്ട് അള്ളാഹുവിലേക്ക് ധൃതിയിൽ ഓടിപ്പോയവർ. അലിയേ, നീ ഓടേണ്ടത് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലെത്താനാണ്. കേരള സംസ്ഥാന കലോത്സവത്തിലേക്കല്ല. അലിയേ, നീ ഓടേണ്ടത് പള്ളിയിലെ ബാങ്ക് വിളിക്കാനാണ് അലിയേ. ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാ. സൃഷ്ടികളെ ഒന്ന് കാണാൻ വരുമോ മനോഹരമായ എന്റെ പള്ളിയിലേക്ക്? അങ്ങനെ വിളിച്ചത്. നമ്മൾ മജ്മഉൽ ബഹ്റൈനിലേക്ക് കൈപ്പൂത്തി കിടന്നപ്പോൾ സുബഹിക്ക് അല്ലാഹു വിളിച്ചത്, ഒന്ന് വരുമോ കാണാൻ പള്ളിയിലേക്ക്? എന്തൊരു ഇഷ്ടത്തിന്റെ വിളിയായിരുന്നു. ആ ബാങ്ക് വിളിക്കാനാണ് അലിയെ നീ ഓടേണ്ടത്. ആ ബാങ്കിനാണ് അലിയെ മത്സരിക്കേണ്ടത്. അതാണ് ലോകരോട് വിളിച്ചു പറയേണ്ടത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, ഞാൻ മദീനയിലെ അമീറുൽ മുഅ്മിനീൻ ആയിരുന്നില്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലെ അള്ളാന്റെ മുഅദ്ദിനായിട്ട് കൂടാനായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ ആഗ്രഹമെന്ന്. നമ്മൾ മത്സരിച്ചുവോ? നമ്മൾ കാർക്കിച്ച് തുപ്പിയ നിസാരനായി കണ്ട ഏറ്റവും ചെറിയ സാലറി കൊടുക്കുന്ന ആളല്ലേ പള്ളിയിലെ മുഅദ്ദിൻ എന്ന് പറയുന്നത്? അത്വലുന്നാസി ആനാഖൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ പേടിയില്ലാതെ നടക്കുന്നവർ മുഅദ്ദിനീങ്ങളാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചു പറയുമ്പോ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ നമ്മൾ ആരെങ്കിലും മത്സരിച്ചോ? നമ്മൾ മത്സരിച്ചു. എവിടെ? പള്ളിയിലെ ഉസ്താദ് 1000 റുപ്യ അധികം കിട്ടിയപ്പോ അടുത്ത പള്ളിക്ക് ചേക്കേറിയപ്പോ സുപ്രഭാതത്ത് കൊടുക്കാം മത്സരം. ഒന്ന് കൊടുത്തേക്ക്, വേഗം കൊടുത്തേക്ക്, ആള് വരും. ഈ മുഅദ്ദിനാകാൻ മത്സരിക്കാൻ പറഞ്ഞ ഹബീബിനോട് നമ്മൾ കാണിച്ചതോ? ഒരു മുഅദ്ദിനെ കിട്ടാൻ സോഷ്യൽ മീഡിയയിൽ എഴുതി മത്സരിച്ചു. അലിയേ, അലിയേ, മൂന്നാമതായി നീ മത്സരിക്കേണ്ടത് അലിയേ അന്യ ജെൻഡറിനോട് ഒരിഷ്ടം തോന്നി തുടങ്ങുന്ന പ്രായമെത്തിക്കഴിഞ്ഞാൽ പൊന്നുമോളെ കുഫുവത്ത ഒരാളോട് കെട്ടിച്ചയക്കാനാണല്ലേ. എത്ര ഒളിച്ചോട്ടം കുറയായിരുന്നു ഹബീബിന്റെ ഈ മെസ്സേജ് നമ്മുടെ ഉപ്പമാർ സ്വീകരിച്ചിരുന്നെങ്കിൽ.
ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്, പോയിട്ട് അന്വേഷിച്ചാ പറയാ ഡിഗ്രി പഠിക്കാണത്രേ. നബി തങ്ങൾ പറഞ്ഞു, അന്യ ജെൻഡറിനോട് ഇഷ്ടം തോന്നി തുടങ്ങുന്ന പ്രായത്തിയാൽ പിന്നെ നീ മത്സരിക്കേണ്ടത് അവൾക്ക് കുഫൂത്ത ഒരാളെ കണ്ടുപിടിക്കാനാണ്. രക്ഷിതാവിനോട് നമ്മൾ രക്ഷിതാവ് എന്താ ചെയ്ത്? പഠിക്കട്ടെ. പഠിച്ച് അവസാനം ഏൽപ്പിച്ചു കൊടുക്കാൻ നേരത്ത് കുട്ടിയില്ല, പിന്നെ കരച്ചിലായി, പിച്ചിലായി, 500 ഉറുപ്പിക ദുആ ചെയ്യാൻ കൊടുക്കലായി. എന്തിനത്? അലിയേ മത്സരിക്കേണ്ടത് അതിനായിരുന്നു. രാഷ്ട്ര നിയമം കണ്ടത്രേ. അത് അവിടെ എത്തിയാലെങ്കിലും ചെയ്തൂടെ? സാഹചര്യം മാറ്റിമറിച്ചത് മനുഷ്യനാണ്. പീഡനങ്ങൾക്ക് എല്ലാ വകയും വെച്ചു കൊടുത്തത് മനുഷ്യനാണ്, നമ്മൾ തന്നെയാണ്. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ. വസ്ത്രങ്ങളെ നമ്മൾ ഇറക്കിയത് ഔറത്ത് മറക്കാനാണ്, അലങ്കാരമായിട്ടുമാണ്. 2 നിലക്കുള്ള വസ്ത്രം, ഔറത്ത് മറക്കാനും അലങ്കാരത്തിനും. എന്നാൽ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. ഖൈർ പടച്ചവനെ പേടിച്ച് ഔറത്ത് മറക്കുന്ന വസ്ത്രരീതിയിൽ ആണ്. എന്താണ് ഇന്നത്തെ വസ്ത്രരീതി? എന്താണ് ഇന്നത്തെ ഡ്രസ് കോഡ്? നിസാഉൻ കാസിയാതുൻ ആരിയാ. നാളെ വസ്ത്രം ധരിച്ചവരും അതേസമയം നഗ്നരുമായ ഒരു വിഭാഗം സഹോദരിമാർ വരും. ലാ യദ്ഖുലുന്നൽ ജന്ന. അവര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 200-ലധികം കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധ്യമാവില്ല. വലാ യജിദ്ന റീഹഹാ. അവർക്ക് സാധ്യമാവില്ല എന്ന്. എങ്ങനെയാണ് അവരുടെ വസ്ത്രത്തിന്റെ രീതി? ധരിച്ചിട്ടുണ്ട്, ധരിച്ചിട്ടില്ല. അതെന്താ? ഒരു വാവ് വിട്ടതാണോ? അത്ഫിന്റെ ലിങ്ക് ചെയ്യുന്ന വാവ് വിട്ടുപോയതാണോ? അല്ല. നിസാഉൻ കാസിയ. ഒരേ നേരത്ത് വസ്ത്രം ധരിക്കുകയും ചെയ്തു, എന്നാൽ അവർ വിവസ്ത്രരും ആണ്. മേരിക്കുണ്ടൊരു കുഞ്ഞാട് കുറെ മുമ്പ് ഇറങ്ങിയതാണ്. കുറെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളടുത്തേക്ക് എത്തിയ വിഷയങ്ങള്. മേരിക്കുണ്ടൊരു കുഞ്ഞാട് ഇറങ്ങിയപ്പോ കൈവരെ നെറ്റായിരുന്നു. അന്നൊരു സെൻസസ് നടന്നപ്പോ പറഞ്ഞത് 2025 ആവുമ്പോ ഫുള്ള് നെറ്റാവും എന്നാ. പിന്നെ GB കയറ്റി ആൺകുട്ടികൾ കോയങ്ങന്റെ അവസ്ഥ ഉണ്ടാവില്ല, അങ്ങാടി വന്നാ മതിയോ? എന്താണ്? നിസാ കാസിയാതുൻ ആരിയാ. വിവസ്ത്രനായവർ. അതിനെ വ്യാഖ്യാനം നടത്തിയില്ലേ? എന്താണ് ഈ പറഞ്ഞതിനർത്ഥമെന്ന് ശറഹ് മുസ്ലിം കൊടുത്തത്. ശറഹ് മുസ്ലിമിൽ ഉള്ള വിശദീകരണം എന്താണ്? ധരിച്ചു ധരിച്ചില്ല എന്ന് പറഞ്ഞത് അവരുടെ വസ്ത്രം അത്രയും നേരിയത്, അത്രയും സ്ലൈറ്റാണ്, ഉള്ളങ്ങോട്ട് കാണാം. അതുകൊണ്ടാണത്. പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ അവര് കടന്നുപോയ ശേഷം അവളുടെ ബാക്ക് സീറ്റിന്റെ അളവെടുക്കാൻ സാധ്യമാകുന്ന വിധം നേരിയ ലൈറ്റ് ഡ്രസ് ധരിച്ചു പോകുന്നവരാണ് നാളെ സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കാത്തവരെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. കേൾക്കണേ. തുളയ്യിഖു സിയാബഹാ ഹത്താ തൽഹുറ തഫാസീല ജസദിഹാ. ഇനി അതിന്റെ വ്യാഖ്യാനം ഇമാം നബവി തങ്ങൾ പറയുന്നത് ഇങ്ങനെ: തുളയ്യിഖു, ടൈറ്റാക്ക, സിയാബഹ, അവളുടെ വസ്ത്രം, ഹത്താ തൽഹുറ തഫാസീല ജസദിഹാ, ശരീരത്തിന്റെ സകല സന്ധികളും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമാറ്. പ്രൊജക്റ്റ് ചെയ്യുമാറ് ഇങ്ങനെ മനോഹരമായ പർദ്ദ വാങ്ങിച്ചു കൊടുത്തു, ഷേപ്പ് ചെയ്യാൻ കൊണ്ടുപോയി. ഇവിടെ ഒരു പിടുത്താണ്. അവിടെ പിടിച്ചാൽ പിന്നെ ശരീരത്തിന്റെ സകല സന്ധികളും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമെന്ന്. അവിടെ ഹബീബിനൊരു മടിയുണ്ടായിട്ടില്ല ആ പദത്തിനർത്ഥം പറയാൻ. അവരുടെ ബ്രീസ്റ്റിന്റെ അളപ്പ് പോലും പുറത്തേക്ക് കാണും. അവളെ ലംബടത്തിന്റെ അളവ് പോലും പുറത്തേക്ക് കാണും. വളരെ പച്ചയിലങ്ങ് പറയാൻ, ഇതൊന്നും മറച്ചു വെക്കേണ്ട അവസ്ഥയല്ല ഇന്ന്. അതിലും വലുത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? മാന്യത കൊണ്ട് കുറച്ചത് ഇംഗ്ലീഷ് അതൊക്കെ ആക്കി കൊണ്ട് വിട്ടതാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എല്ലാരെയും ഉസ്താദുമാരെ ഭാര്യമാർ, എന്റെ ഭാര്യമാർ നിൽക്കെന്നെ എന്താ ചെയ്യാ? സ്വയം ബോധം വരാതിരുന്നാല്
നിസാഉൻ കാസിയാതുൻ ആരിയാ. മോഡേൺ വസ്ത്രരീതികൾ എല്ലാം ഇന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ബനിയൻ ക്ലോത്തുകൾ അത് ഓൾറെഡി ഷേപ്പാണ്, ചെയ്യേണ്ടില്ല. പീഡനാണത്രേ പീഡനം. ഇസ്ലാം അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ലത്രേ. എവിടെയാണത് പറയുന്നത്? പൊന്നുമോളെ, രാത്രി ഹെയർ ഓയിൽ തേച്ച് നിന്റെ കാർക്കൂന്തൽ ലംബടം വരെ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ ശരീര സൗന്ദര്യത്തിന്റെ ഭാഗമായ അതേ കാർക്കൂന്തലില്ലേ, അതേ മെറ്റീരിയലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കൺപുരികം നിർമ്മിക്കാനും ഉപയോഗിച്ചത്. അള്ളാഹു മെയിൻ ചെയ്തില്ല, ഇസ്ലാം മെയിൻ ചെയ്തില്ലല്ലേ? എന്നാൽ പറ, ആ കാർക്കൂന്തലിന്റെ അതേ മെറ്റീരിയലാണ് നിന്റെ കൺപുരികത്തിനും അള്ളാഹു തആല തന്നത്. നിന്റെ കൺപുരികം ഈ തലമുടി പോലെ വളർന്നാൽ നല്ല സൗന്ദര്യം ഉണ്ടാവും. അല്ലാഹ് കാരുണ്യവാനായ അല്ലാഹ് എത്ര നിങ്ങളുടെ സൗന്ദര്യം ഇഷ്ടപ്പെട്ടു, ഒരളവിൽ പിടിച്ചു വെച്ചു, ഒരളവിൽ ആ വലിപ്പം നിർത്തിവെച്ചത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എവിഡൻസ് ആയി നിലനിർത്തി തന്ന ആ കൺപുരികം അവിടെ നിന്ന് പ്ലക്ക് ചെയ്തു പോകുന്നവർ ലഅനല്ലാഹുൽ വാഷിമാത് വൽ മുസ്തൗഷിമാത് വൽ മുതനസ്സിമാത്. എത്ര പേരാണ് ഒരുപാട് കൺപുരികം പ്ലക്ക് ചെയ്യുന്നവരും പല്ല് രാകുന്നവരും കടന്നു വന്നിട്ടുള്ളത്. അവരെല്ലാവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ശാപത്തിന്റെ ഒരുപാട് ഹോസ്പിറ്റലുകൾ തുറന്നു പോയിട്ടില്ലേ എന്ന് ഒരാളെയും കുറ്റം പറയുന്നില്ല. ഹദീസിന്റെ മായന പറയാ അങ്ങനെ തന്നെ. പല്ല് രാഗി വെക്കുന്നവർ, സൗന്ദര്യത്തിന് വേണ്ടി അപ്പണി ചെയ്തു കൊടുക്കുന്നവരും പച്ചകുത്തുന്നവരും കുത്തിപ്പിക്കുന്നവരും. ഒരു സ്കൂളിൽ പേര് പറഞ്ഞ് ഈപത്താവണ്ട 46ഓളം കുട്ടികളെ പേര് അവരുടെ കൈകളിൽ ഇവിടെ എഴുതി വെച്ചു. ഈ പരിസരത്തുള്ള സ്കൂളല്ലേ എന്നെ നോക്കരുത്, മറ്റൊരു സ്ഥലത്താണ്. അത് പിടിക്കപ്പെട്ട് നോക്കുമ്പോൾ എല്ലാം മദ്രസയിൽ പോകുന്ന മുസ്ലിം കുട്ടികളാണ്. പേപ്പർ വെച്ചിട്ട് എന്തോ സ്ക്രാച്ച് ചെയ്താൽ ശരീരത്തിൽ അടയാളം വരും. എത്ര എവിടുന്നോ പച്ച കുത്താൻ നമ്മളെ കുട്ടികൾ തുടങ്ങിയിരിക്കും. കേൾക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതിന്റെ പിന്നാലെ മാത്രം പോവാനും അവസരങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരും ഒരുക്കി കൊടുത്തിട്ടുള്ളത്. തുറലുൽ ഫിതനു അലൽ ഖുലൂബി ഉദൻ ഉദാ. ചതുരത്തിലുള്ള അവനിഷ്ടമില്ലാത്ത വീഡിയോകൾ പോക്കറ്റിനകത്തേക്ക് പ്രൊജക്ട് ചെയ്യപ്പെടുന്ന, സ്പ്രെഡ് ചെയ്യപ്പെടുന്ന കാലഘട്ടം ഖിയാമിന്റെ മുമ്പ് നടക്കാനുണ്ട് എന്ന്. അഥവാ 2 ഹൊറിസോണ്ടലും 2 വെർട്ടിക്കലും കൂടി ചേർന്നാൽ കിട്ടുന്ന ആ ഒരു ചതുരത്തിനാണ് ഊദൻ ഊദ എന്ന് മോഡേൺ അറബിയിൽ പറയാ. അങ്ങനത്തെ പടച്ചവൻ ഇഷ്ടമില്ലാത്ത പടങ്ങളും പിക്ചറുകളും പോക്കറ്റിനകത്തേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാലഘട്ടം വിദൂരല്ല. നമ്മളെ പോക്കറ്റിലേക്കായി. എത്ര വലിയതാണ്! ഏത് കുട്ടികളുടെയും കയ്യിൽ അതല്ലേ, ഏത് പെൺകുട്ടികളുടെയും കയ്യിൽ മൊബൈലുകൾ കൊടുത്തവരെ കേൾക്ക. മൊബൈലാണോ പെൺകുട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കേണ്ടത്? അതായിരുന്നില്ലല്ലോ നീ കൊടുക്കേണ്ടത്, അതായിരുന്നില്ലല്ലോ. ആ മൊബൈലുകളിൽ എന്തൊക്കെയാ നടന്നു പോകുന്നത് കേൾക്കണോ? പ്രണയ ജോഡികൾ ഒരുപാട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വാപ്പ അറിയാതെ ഈ ഒരു ഡിവൈസിലൂടെയാണ്. വിമൺ ഈസ് മോട്ടിവേറ്റഡ് ത്രൂ ഇയർ എന്നാണ്. സഹോദരിമാരുടെ വികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസ് ചെവിയാണ്. വിമൺ ഈസ് മോട്ടിവേറ്റഡ് ത്രൂ ഇയർ. 5-6 10 കൊല്ലത്തിന് ഇങ്ങോട്ടാണ് ഒളിച്ചോട്ടം കൂടിയത്. വികാരത്തിന്റെ ഏറ്റവും വലിയ ഓർഗൻസ് സ്ത്രീകളുടേത് ചെവിയാണെന്നാണ്. അതുകൊണ്ടാണ് ടോർച്ചടിച്ചാൽ പോലും കാണാത്ത ചെറുപ്പക്കാരോട് ഒന്നിച്ച് നല്ല സൗന്ദര്യമുള്ള ആഭിജാത്യമുള്ള കുടുംബത്തിലെ പെൺകുട്ടി ഓടിപ്പോയത്. എന്തുകൊണ്ട്? അവൾ ആവശ്യം നമ്മൾ പറയുന്നത് കേട്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഈ ചെറുപ്പക്കാരന് നല്ലോണം അറിയാം. അതുകൊണ്ട് ഇവൾ പറയുന്നത് മുഴുവനും കേട്ടു, അവൾക്ക് ഇഷ്ടമായി.
അതുപോലെ മൊബൈല്, ഈ ഓർഗൻസിലേക്ക് സാധ്യമാകുന്ന ഡിവൈസുകളെ പടച്ചുവിട്ടത് അതാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തത്. ഒന്നുകൂടെ കേൾക്കണേ എന്റെ ഉമ്മമാര്, ഇത്രയും സൗന്ദര്യം നമുക്ക് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത, സൗന്ദര്യമോ ആഭിജാത്യമോ ഇല്ലാത്ത ചെറുപ്പക്കാരോടൊന്നിച്ച് എല്ലാ സൗന്ദര്യവുമുള്ള പെൺകുട്ടി ഒളിച്ചോടി പോകുന്നതിന്റെ മറ്റൊരു രഹസ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റൊരു രഹസ്യം കൂടെ, ഏതോ അഫയർ കേസിൽ കുടുങ്ങിപ്പോയ പെൺകുട്ടി കാമുകനോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ റെയിൽ പാളങ്ങളിൽ തീവണ്ടി തട്ടിയിട്ട് മരിക്കാറുണ്ട്. എനിക്ക് അത്ഭുതമായിരുന്നു, അത്രയും വലിയ സൈറൺ മുഴക്കിയിട്ട് വരുന്ന തീവണ്ടിക്ക് മുമ്പിൽ എങ്ങനെയാ ഇവർ അകപ്പെട്ടു പോകുന്നത് എന്ന്. ഈ അടുത്ത കാലത്താണ് അതിന്റെ സീക്രട്ട് എനിക്ക് മനസ്സിലായത്, അതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായത്. ഞാൻ ഇവിടുന്ന് പറയാണ്, പി വി മാഷോട് പറഞ്ഞു, നിങ്ങളൊന്ന് കൂക്കണം ഇവിടെ. സപ്പോസ് മാഷോട് പറയാൻ ഒരു ഉദാഹരണം, ഒന്ന് കൂക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. മാഷ് വിചാരിക്കാണ്, പടച്ചോനെ നാളെ സുപ്രഭാതത്തിൽ ഒരു കോളുണ്ടാവും, ഇസ്സത്തിന്റെ മതപ്രഭാഷണ വേദിയിലെ 2ാം ദിവസം അവിടുത്തെ അധ്യക്ഷൻ മനോഹരമായി കൂക്കി എന്ന് പരസ്യം ഉണ്ടാവും നാളെ. ഞാൻ ചെയ്യൂല. അത് ഒരുപാട് കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. എന്നാലോ അതേ മാഷ അരികത്തേക്ക് ഒരു പാമ്പോ മറ്റു ഇൻസെക്ട്സുകളോ കടന്നു വന്നാൽ ഇതെവിടെയാ ഇരിക്കുന്നതെന്നോ, ആരെ മുമ്പിലാണ്, ഏത് പൗരാവലിക്ക് മുന്നിലാണെന്ന് പോലും നോക്കാതെ മാഷങ്ങ് വികാരാതീതനായി ശബ്ദിച്ചു പോകും, പലതും ചെയ്തു പോകും. ഇല്ലേ സത്യ? എന്തേ? രണ്ടും ഇതേ വേദിയല്ലേ? ഒരു സ്ഥലത്തങ്ങനെ, മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ. അഥവാ നമ്മുടെ ബ്രെയിനിൽ 2 വാൾവുകളുണ്ട്, ഒന്ന് ഇമോഷണൽ വാൾവ്, 2 ലോജിക്കൽ വാൾവ്. ലോജിക്കൽ വാൾവ് എന്ന് പറഞ്ഞാൽ സ്ഥലവും സൗകര്യവും നിയമങ്ങളും ഒക്കെ നോക്കിയിട്ട് മാഷ് കൂക്കാതെ നിന്ന പോലെ. എന്നാൽ വികാരത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സ്ഥലകാല ബോധം ഒന്നും ഉണ്ടാവൂല. പ്രേമമെന്ന് പറയുന്ന വികാരാതീതനായ കുട്ടി, ഈ 2 വാൾവുകളുണ്ട് മസ്തിഷ്കത്തിലെ, ലോജിക് ആൻഡ് ഇമോഷണൽ വാൾവ്. ഇത് 2ൽ ഒന്നേ ഒരു സമയത്ത് തുറന്നു നിൽക്കൂ, മറ്റത് അടഞ്ഞു നിൽക്കും. വികാരത്തിന്റെ വാൾവ്, പ്രേമമെന്ന വികാരത്തിന്റെ വാൾവ് തുറന്നു നിൽക്കുമ്പോ ലോജിക്കൽ വാൾവ് അടയുന്നു. ഉമ്മ പ്രശ്നമല്ല, സൈറൺ മുഴക്കി വരുന്ന തീവണ്ടി പ്രശ്നമല്ല, കാരണം അതൊന്നും ചിന്തിക്കാൻ കുട്ടിക്ക് സാധ്യമല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് 17-18 വയസ്സ് വരെ പോറ്റി വളർത്തിയ കുട്ടി ഏതെങ്കിലും ഫേക്ക് ഐഡിയയിലൂടെ പരിചയപ്പെട്ട, മിസ്കോളിലൂടെ ആശയങ്ങൾ പങ്കുവെച്ച ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകാനുണ്ടായ കാരണം അതാ. വികാരത്തിന് അടിമപ്പെട്ടാൽ ലോജിക്ക് വാൾ വടഞ്ഞു പോകും. മതനിയമങ്ങൾ, നാട്ടുനടപ്പ്, പേടി, അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുട്ടി ഒടിച്ചു. ആരാ പഠിപ്പിക്കേണ്ടത്? ആരാ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്? സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അതുകൊണ്ട് ഡ്രസ് കോഡുകളും ഈ ഡിവൈസുകളും ഒക്കെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണമേ എന്ന്. അതുപോലെ തന്നെ ഈ സമുദായത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്നേ ഒന്ന് മാത്രമാണ്, അത് പണമാണ്. അത് പണമായിരുന്നു. ولا تعطوا السفهاء أموالكم التي جعل الله لكم قياما. ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ ബേസായ നാണയത്തുട്ടുകളെ നിങ്ങൾ വിഡ്ഢികൾക്ക് കൊടുക്കരുത് എന്ന് സൂറത്തുൻ നിസാ. ولا تعطوا السفهاء أموالكم التي جعل الله لكم قياما. ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ ബേസായ നാണയത്തൊട്ടുകളെ വിഡ്ഢികളുടെ കയ്യിൽ കൊടുത്തു പോകരുത് എന്ന് സൂറത്തുൻ നിസാ. ആരാണ് വിഡ്ഢി? ഞാൻ തഫ്സീർ വായിച്ചതാണ്, ഒരാളോടും എനിക്കൊരു പകയില്ല. പ്രവാചക പൂങ്കവർ തന്നെ പറയട്ടെ, ഇന്നൻ നിസാ സുഫഹാ ഇല്ലാ ത്വാഅത് ഖൈമഹാ. ഭർത്താവിനെ ബാപ്പക്ക് അനുസരിക്കാതെ പോകുന്ന പെണ്ണ് വിഡ്ഢിയാണ്, ഇഡിയറ്റ്സ് ആണെന്ന് നബി. ഇന്നവർക്കണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
പൊന്നുമോളെ, ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും കയ്യിൽ, ആ ഉമ്മാന്റെയും മകളുടെയും കയ്യിൽ യഥേഷ്ടം കാശ് വന്നു. ATM കാർഡ് അവരെ കയ്യിലായി. നാട്ടിൽ പ്രശ്നങ്ങളായി. വിഡ്ഢികളുടെ കയ്യിൽ കാശ് കൊടുക്കരുത് എന്ന് വിഡ്ഢികളുടെ കൂട്ടത്തിൽ എണ്ണിയത് ഒന്ന് കുട്ടികളെ, അവരെ കയ്യിലും കാശ്. നാട് തകരല്ലാതെ ഒന്നും സംഭവിക്കാൻ പോയി, നാട് തകരല്ലാതെ. അതുകൊണ്ട് പീഡനങ്ങളുടെ ആത്യന്തികമായ കാരണങ്ങളിലേക്ക് തിരിച്ചു നടക്ക, ആത്യന്തികമായ കാരണങ്ങളിലേക്ക് തിരിച്ചു നടക്ക്. 10-20 ദിവസങ്ങളെ കൊണ്ട് കേരളം വറ്റി വരളുമെന്ന് പറയുമ്പോ, പണികളെ നിർത്തിവെക്കണമെന്ന് പറയുമ്പോ, ഭൗതികപരമായ സാഹചര്യങ്ങളിലൂടെ മാത്രം കടന്നുപോയാൽ സാധ്യമാകുന്നതോ ആണോ അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ ഇവിടെ തരുന്നത് എപ്പോഴാണ് എന്നറിയോ? ഇദാ ലഹറൽ ഫസാദ്, ഇദാ ലഹറൽ ഫാഹിശത ഫീ ഖൗമിൻ. ഫാഹിഷത്ത് കൂടുമ്പോഴാണ്. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം കൂടുമ്പോഴാണ്. അതല്ലേ നടക്കുന്നത്? ശ്രദ്ധിക്കണേ മക്കളെ, സ്നേഹിക്കണ്ട എന്ന് പറയുന്നില്ല. ശ്രദ്ധിക്കണേ പെൺകുട്ടികളെ. കലാലയത്തിൽ എത്തിയിട്ടുണ്ടോ? ഒരു സർപ്രൈസ് വിസിറ്റ് ചെയ്യാനെങ്കിലും എന്റെ രക്ഷിതാക്കൾ ഇനിയെങ്കിലും അവസരം കണ്ടെത്ത്. ഒരു സർപ്രൈസ് വിസിറ്റ് ചെയ്യാനെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ അറിയാതെ വാപ്പ വന്നു, പിന്നെ പേടിയുണ്ടാവും. ഇതങ്ങനൊന്നുമില്ല. പൊന്നുമോളെ, ആരെയാണ് ഏൽപ്പിക്കേണ്ടിയിരുന്നത്? ഭാര്യ ആരെയാണ് ഏൽപ്പിക്കേണ്ടിയിരുന്നത്? മകളുടെ പ്രൊട്ടക്ഷന്, ഭാര്യയുടെ പ്രൊട്ടക്ഷന് ഭർത്താവായ ബാപ്പയായ നമ്മൾ എന്താ കൊടുത്തത്? അവളെ പീഡനത്തിലുണ്ടോ, അവളെ റാപ്പ് ചെയ്യപ്പെടുന്നത് ആര്, അവളെ റാഗ് ചെയ്യുന്നത് ആര് എന്നറിയാൻ നമ്മൾ എന്താ കൊടുത്തത്? ചൈനക്കാരന് പോലും എക്സ്പയർ ഡേറ്റ് തരാൻ പറ്റാത്ത മൊബൈല്, പെൻ ക്യാമറ. ചൈനക്കാരൻ താൻ നിർമ്മിച്ച പ്രൊഡക്റ്റിന് എക്സ്പയർ ഡേറ്റ് പോലും, വാലിഡിറ്റി പോലും തരാൻ സാധിക്കാത്ത ഈ ഡിവൈസുകളിലാണ് നമ്മളെ തവക്കുൽ, ഡെഡിക്കേഷൻ. മക്കളെ, അതായിരുന്നില്ലല്ലോ വേണ്ടത്. ഇന്നി തവക്കൽതു അലല്ലാഹ്. പടച്ചവനെ, ഞാൻ എന്റെ പൊന്നുമോളെ നിന്നിൽ തവക്കുലാക്കി ഡെഡിക്കേറ്റ് ചെയ്ത് ഭൂമിയിൽ, അല്ലാഹുവേ, എന്റെ വീട്ടിൽ നിന്ന് ഇടതുകാല് വെച്ച് പള്ളിക്കൂടത്തിലേക്ക് ഇറക്കാനായിരുന്നില്ലേ പഠിപ്പിക്കേണ്ടത്? പറഞ്ഞിറക്കാനായിരുന്നില്ലേ ശ്രമം നടത്തേണ്ടത്? എന്നാൽ കൗണ്ട്ലെസ് ആയ മാലാകമാർ, അല്ലാഹുവിന്റെ മാലാകമാർ ആ പെൺകുട്ടിയുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തുകൊണ്ട് ബോഡി ഗാർഡായി നിൽക്കുമായിരുന്നില്ലേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്? ആരിലാ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തത്? ചൈനക്കാരന്റെ ഡിവൈസ്. അല്ലാഹ് നമ്മളെ പരീക്ഷിക്കും. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിച്ചത്, അള്ളാനെക്കാളും വിചാരം ഇതില. പിന്നെ എങ്ങനെയാ മക്കള് പേക്കാതെ? മറുപടി പറയേണ്ടത് നിങ്ങളാണ്, എന്നോടല്ല. സ്വയം പറഞ്ഞേക്ക്, വല്ല കാര്യകാരണവുമുണ്ടോ, വല്ലതും ഇതിൽ കയമ്പുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പകർത്താനാണ് ഞാനും നിങ്ങളും ശ്രമം നടത്തേണ്ടത്. ഒന്നുകൂടെ പറയട്ടെ, കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളല്ല ഇതുവരെ പോറ്റിയത് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം പറയുന്ന ഉപ്പമാരെ നാടാണിത്. ഭർത്താവിന് കൊടുക്കാത്തവർ, പലതും പറയുന്നവർ, കോണം കഴുകിയ കഥ പറയുന്നവർ. കേൾക്ക്, എന്തൊക്കെയാ നാടവസ്ഥ. അവിടെ പോയി തിരിച്ചു വന്നാൽ CBI ആമിനാവുന്നവർ ചോദിച്ചറിയാ എന്തെങ്കിലും വിഷമുണ്ടോ, എന്നിട്ട് ഞാൻ മിസ്സടിച്ചാൽ മതി, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നവർ. ഒന്നാലോചിച്ചേക്ക്, ഭർത്താവിന്റെ സന്തോഷത്തോടു കൂടി ഒരു സഹോദരി മരണപ്പെട്ടു പോയാൽ അതിനല്ലേ നമ്മൾ ശ്രമം നടത്തേണ്ടത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരാള് ഒരു ആരോഹണ ക്രമത്തിൽ നിന്നില്ലെങ്കിൽ ഭൂമിക്ക് ബാലൻസ് ഇല്ല. നമ്മുടെ കൈകളിൽ തന്നെ വിരലുകൾ അതിന്റെ സത്യമാണ് വിളിച്ചോതുന്നത്. എല്ലാ വിരലുകളും ഒരേ വലിപ്പത്തിലായിരുന്നില്ല എങ്കിൽ ചട്ടക രൂപത്തിൽ ഒരു രസവുമില്ലാത്ത കൈയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിന്റെ സൗകുമാര്യത ഓരോന്നും ഓരോ അളവിൽ നിൽക്കുക എന്നതാണ്. അല്ലെങ്കിൽ മൂക്കിൽ നശ്വത്തിൽ എന്തെങ്കിലും പോയാൽ പോലും തിരികാൻ പറ്റൂലായിരുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേട്ടതൊക്കെ നാഫിയായി ഇൽമിൽ ചേർക്കട്ടെ. ദുആ ചെയ്ത് പിരിയാൻ 10 മണിക്ക് നമുക്ക് പിരിയണം. ഞാൻ കൊണ്ടുവന്നതിൻ്റെ ഒരു 1/3 പോലും പ്രസന്റ് ചെയ്യാൻ കഴിയാത്ത വിഷമത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേട്ടതൊക്കെ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ കർമ്മത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാം ശരിയാണ്, എല്ലാം മാറ്റിവെച്ച് നമുക്ക് അല്ലാഹുവിലേക്കൊന്ന് തിരിച്ചു നടന്നൂടെ? സിറാത്ത് പാലം കടന്നിട്ട് പോവേണ്ട മനോഹരമായ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ട നിയമങ്ങളും ആശയങ്ങളുമാണ് നമ്മളിവിടെ ഉപ്പമാരോട് സഹോദരിമാരോട് വളരെ വിനയത്തോടെ താഴ്മയോടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഭാഷയിൽ ചിലയിടങ്ങളിൽ കർക്കശ സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നന്മക്കാൻ ഒരു വാപ്പയെപ്പോലെ എത്ര നമ്മളെ ശകാരിച്ചാലും വാപ്പയാണെന്ന പോലെ നമ്മുടെ നന്മയാണ് മതവേദികളിൽ നിന്ന് കേൾക്കുന്നത്. ഒരു വിദ്വേഷത്തിന്റെയും പുറത്തല്ല എന്ന ബോധത്തോടുകൂടെ ഒന്ന് സഹകരിച്ചാൽ നമ്മുടെ നാട് നന്നാക്കാൻ നമ്മൾക്ക് ഇത് തന്നെ ധാരാളം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെയും അതിന്റെ അഹ്ലുകാരെയും അതിന്റെ സ്ഥാപനങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സിറാത്ത് പാലം കഴിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ഇറങ്ങണം. അവിടെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ജീവിച്ചതിന്റെ എല്ലാവിധ സുഹൃതവും റാഹത്തും ലഭിക്കുന്നത്. അവിടെ രക്ഷപ്പെടാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഒന്നുകൂടെ പറയട്ടെ, സിറാത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ പാലങ്ങളെ പോലെ 2 മിനിറ്റുള്ള യാത്രയല്ല. 2 മിനിറ്റുള്ള യാത്രയല്ല. 3000 കൊല്ലം യാത്ര ചെയ്തിട്ട് പോവേണ്ടത് സിറാത്ത്. കഷ്ടപ്പാടുകൾ. കത്തിക്കപ്പെടുന്ന നരകമുള്ള ലോകമല്ലേ സിറാത്ത്. ആ സിറാത്ത് കത്തിക്കപ്പെട്ട നരകത്തിന്റെ മുകളിൽ സ്ഥാപിച്ച സിറാത്തിൽ 3000 കൊല്ലം കടന്നു പോവേണ്ടവർ ഒരു ദിവസത്തെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള കേരളത്തിലെ പാലത്തിൽ യാത്ര ചെയ്യാൻ 4 വീൽ വാഹനങ്ങൾക്ക് 7 രൂപ വേണമെങ്കിൽ 365 ദിവസം കൂട്ടി നോക്കെത്ര? 10 കൊല്ലമായില്ലേ? എത്ര കൊടുത്തിട്ടുണ്ടാവും? എന്നാൽ 3000 കൊല്ലം യാത്ര ചെയ്യേണ്ട സിറാത്ത് പാലത്തിലൂടെ കടന്നു പോവാൻ ഉപ്പാ സഹോദരി എത്ര കാശാണ് ടോളായി നമ്മൾ കൊടുത്തിട്ടുള്ളത്? ഇവിടെ കൊടുക്കുന്ന ടോളാണ് നാളെ ഉപകരിക്കുന്നത്. നാളെ അവിടെ ടോള് വരുവില്ല, അവിടെ ലേലമില്ല. ഇവിടെ നന്മയ്ക്ക് വേണ്ടി, ആതുര സേവനത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി ചെയ്യുന്ന സാലിഹായ സകല കർമ്മങ്ങളുമാണ് നാളെ അല്ലാഹു അവിടെ രക്ഷപ്പെടാൻ ടോളായിട്ട് മാറ്റുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയാ നമ്മൾ ടോള് കൊടുത്തു വെച്ചിട്ടുള്ളത്? രക്ഷപ്പെടണ്ടേ അവിടെ ഒന്ന്? രോമകൂപങ്ങൾക്കകത്തേക്ക് കയറിപ്പോകുന്ന ആ നരകാഗ്നിയുടെ ചൂടിൽ നിന്ന് രക്ഷപ്പെടണ്ടേ നമുക്കൊക്കെ? അതുകൊണ്ട് ഒരു ടോള് ഈ സദസ്സിൽ വെച്ച്, മഹത്തായ ഈ വേദിയിൽ വെച്ച് അവന്റെ ദീനീ സ്ഥാപനത്തിന് വേണ്ടി മരിച്ചാലും ഡിസ്കണക്ട് ആവാതെ നമ്മുടെ കബറിലേക്ക് എത്തുന്ന മനോഹരമായ സുഹൃതത്തിന് വേണ്ടി ഒന്ന് മനസ്സ് വെച്ചൂടെ നമ്മൾക്കെല്ലാവർക്കും? പരിശുദ്ധ ഖുർആന്റെ 6666 ആയത്തുകളിലെ നാളെ അള്ളാന്റെ ഹബീബിന് റെക്കമെൻഡിന് അവസരമുണ്ട് എന്ന പോലെ ഖുർആൻ പാരായണം ചെയ്തവർക്കും ആ പരിശുദ്ധ ഖുർആൻ വന്നിട്ട് ശുപാർശ ചെയ്യുമെന്നാണ്. 6666 രൂപ അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി, അവിടുത്തെ സ്ഥാപനത്തിന് വേണ്ടി, നാളത്തെ ഖൈറിന് വേണ്ടി, സിറാത്ത് രക്ഷപ്പെടാൻ വേണ്ടി, ആ പരിശുദ്ധ ഖുർആന്റെ റെക്കമെൻഡിന് വേണ്ടി ഈ സദസ്സിൽ വെച്ച് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന മനോഹരമായ ചിന്തയിലേക്ക് തിരിച്ചു നടന്നൂടെ നമുക്കൊക്കെ? ഹബീബിനെ അബീ ഖുബൈസ് മല സ്വർണ്ണമായി മാറിയാൽ ദീനി ദഅവത്തിന് വേറെ ആരോടും കൈ നീട്ടേണ്ടിയിരുന്നില്ല. പക്ഷെ ഹബീബ് കാണിച്ചു തന്നതാണ് ഈ ലേലം എന്ന് പറയുന്നത്. എല്ലാവർക്കും സ്വർഗത്തിലെത്തണ്ടേ? അതുകൊണ്ട് ഓരോ സഹാബത്തിനോടും മിച്ചമുള്ളത് കൊണ്ടുവരാൻ വേണ്ടി ഹബീബ് പറഞ്ഞു. അബീ ഖുബൈസ് പർവ്വതത്തോട് നീ ഇപ്പോൾ എനിക്ക് മോചിതത്തിന്റെ സ്വർണ്ണമല ആവണ്ട എന്ന് പറഞ്ഞയച്ചു. അതാണ് ഹബീബ് സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് ഇതുപോലത്തെ പിരിവുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആരുമല്ലെങ്കിലും നിങ്ങളുടെ നിയ്യത്ത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ സമർപ്പിക്കുന്ന ഖാലിസായ ആ ഒരു സദഖ കൊണ്ട് നാളെ സിറാത്ത് രക്ഷപ്പെടാന്, നാളെ മഹ്ശറയിലെ റെക്കമെൻഡിന്, പരിശുദ്ധ ഖുർആന്റെ റെക്കമെൻഡിന് സാധ്യമാകുന്ന വിധം ഈ സദസ്സിൽ വെച്ച് ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ ആവശ്യപ്പെടട്ടെ. ആരൊക്കെയാണോ സഹായിക്കുന്നത്, റബ്ബേ
സ്വർഗീയ അനുഭൂതി അവർക്ക് നൽകണേ അല്ലാ. സിറാത്ത് മിന്നൽ പിണർ പോലെ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ലായത്തത്തിൽ കബറിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. 1666 പെട്ടെന്ന് പിരിയാൻ നമുക്ക്.